നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതൊക്കെ തന്നെയാണ്. നമ്മൾ വിചാരിച്ച കാര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നടക്കുന്നത്. നമ്മൾ കണ്ട സ്വപ്നങ്ങളല്ല ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടാതെ പോകാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനെ പലപ്പോഴും പല രൂപത്തിൽ ബാധിക്കാറുണ്ട്. ഇന്നിപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാനസികമായ സമ്മർദ്ദമാണ്. എല്ലാവരും മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ടിരിക്കുക. വളരെ പെട്ടെന്ന് ആത്മഹത്യകൾ ഉണ്ടാവുക, കൊലപാതകങ്ങൾ ഉണ്ടാവുക, കുടുംബ കലഹങ്ങൾ ഉണ്ടാവുക, മാതാപിതാക്കളും മക്കളും തെറ്റുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ശിഥിലമാകുക, കമ്പനികളിൽ ജോലിസ്ഥലങ്ങളിലൊക്കെ എന്നും പ്രയാസങ്ങളും കലഹങ്ങളും ഉണ്ടാവുക. എന്താ കാരണം എന്നറിയോ? നമ്മുടെയൊക്കെ മനസ്സ് വളരെ വളരെ സമ്മർദ്ദത്തിനടിപ്പെട്ടിരിക്കുന്നു. നിരാശകളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു. അത് നമ്മുടെ പെരുമാറ്റങ്ങളിൽ പ്രകടമാകുന്നു. രാവിലെ തീരുമാനിക്കും, ഞാൻ എൻ്റെ മക്കളെ ഇനി വഴക്ക് പറയില്ല, എന്നും മക്കളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാനേ നേരമുള്ളൂ, ഇന്നെങ്കിലും എൻ്റെ മക്കളോടൊന്ന് നല്ല നിലക്ക് സംസാരിക്കണം. ഇന്ന് വൈകുന്നേരം വീട്ടിൽ വന്നാൽ മക്കളെയൊക്കെ വിളിച്ചിട്ട് ഓരോട് സ്കൂളിലെ വർത്താനൊക്കെ ഒന്ന് ചോദിക്കണം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുമ്പോഴേക്കാരം കടയിലോ ജോലി സ്ഥലത്തോ ഒരു പ്രശ്നം ഉണ്ടാവുക. ആ പ്രശ്നം നമ്മുടെ മനസ്സിനെ സങ്കീർണമാക്കും. വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കാരം മകൻ അവന് സ്കൂളിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയ പേപ്പറുമായിട്ട് ഓടി വരും, എപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടി, പോയിക്കാ എൻ്റെ ഫസ്റ്റ്, ആ പേപ്പർ വാങ്ങി ഒറ്റയേറാം മനുഷ്യൻ അല്ലേ എന്തിനാ നീച്ചിക്കാൻ പോയി, അപ്പോഴാണ് പോകുന്നൊരു ഫസ്റ്റ് അല്ലേ. ഒരുപാട് സ്വപ്നങ്ങളുമായി നമ്മുടെ മുമ്പിലെത്തിയ ആ കുട്ടി സമ്മർദ്ദത്തിലായി, നമ്മളും സമ്മർദ്ദത്തിലായി. പിന്നെ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്താണ് കുട്ടിനോട് പറഞ്ഞു, അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, ഓന് ഫസ്റ്റ് കിട്ടിയ പേപ്പർ ഇട്ട് എന്തിനാണ് ദേഷ്യപ്പെട്ട്. അവിടെ നമ്മൾ വീണ്ടും നമുക്ക് പ്രശ്നങ്ങളായി. അങ്ങനെ ഒരു തരം മാനസികമായ പ്രയാസങ്ങൾ. കാരണം എല്ലാ നിലക്കും എല്ലായിടത്തും പ്രയാസങ്ങൾ മാത്രമാണല്ലോ നമുക്ക് അഭിമുഖീകരിക്കാനുള്ളത്. കേൾക്കുന്ന വാർത്തകളും കാണുന്ന വാർത്തകളും അനുഭവിക്കുന്ന അനുഭവങ്ങളും ഒക്കെ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന സമ്മർദ്ദത്തിലാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. സന്തോഷിപ്പിക്കുന്ന, നമുക്ക് ആവേശം തരുന്ന, നമുക്കൊരു പോസിറ്റീവായ ഊർജം നൽകുന്ന കാര്യങ്ങളൊന്നും വല്ലാതെ ഒന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ മനസ്സ് സങ്കീർണമാവുകയാണ്, അത് സമ്മർദ്ദത്തിന് അടിപ്പെടുകയാണ്. എന്നാൽ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന നമ്മുടെ മതം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനുഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ശരിയായ വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിൻ്റെ കൂടെ ശിർക്കിൻ്റെ ഒരു തരി പോലും കൂട്ടിച്ചേർക്കാതിരിക്കുകയും ചെയ്താൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് ഈ ലോകത്ത് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് ഈ ലോകത്ത് നേർമാർഗത്തിൽ ജീവിക്കുന്ന ആളുകളും. അപ്പം ശരിയായ മതം ഉൾക്കൊള്ളുകയും ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്താൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ സിൽമ് എന്ന പദത്തിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടാകുന്നത്. സിൽമ് എന്ന പദത്തിൻ്റെ അർത്ഥം സമാധാനം എന്നാണ്. ഈമാൻ എന്ന പദം ഉണ്ടാകുന്നത് അംന് എന്ന അടിസ്ഥാന പദത്തിൽ നിന്നാണ്. അംന് എന്ന പദത്തിൻ്റെ അർത്ഥം നിർഭയത്വം എന്നാണ്. ഇസ്ലാം സമാധാനമാണ്, ഈമാൻ നിർഭയത്വമാണ്. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി സമാധാനവും നിർഭയത്വവുമാണ്. അതാണ് അല്ലാഹു തആല ഞാൻ നേരത്തെ ഓതിയ സൂക്തത്തിലൂടെ ഒന്നുകൂടി അടിവരയിട്ട് പറഞ്ഞത്. ആരാണോ ശരിയായ വിശ്വാസം സ്വീകരിച്ചത് അവരുടെ ജീവിതം സമാധാനത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും ജീവിതമായിരിക്കും. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ ശരിയായ വിശ്വാസം അത് ഏറ്റുവാങ്ങുന്ന ആളുകൾ, അത് അംഗീകരിക്കുന്ന ആൾക്കാർ, അവർക്ക് ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ, പ്രയാസങ്ങൾ ഉണ്ടാവൂലേ, ശത്രുക്കൾ ഉണ്ടാവൂലേ, പട്ടിണി ഉണ്ടാവൂലേ, രോഗം ഉണ്ടാവൂലേ? പിന്നെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക? ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് ഒരു അടിമയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ യജമാനൻ്റെ വീട്ടിൽ ജോലി ചെയ്ത് ഭക്ഷണം കഴിച്ച് അങ്ങനെ സ്വസ്ഥമായി ജീവിക്കുന്നു. എന്നാൽ
ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവം തന്നെ മാറി. അടിയും ഇടിയും പിടിയും, മരുഭൂമിയിലൂടെ കഴുത്തിൽ കെട്ടിയിട്ട് വലിച്ച്, കരിമ്പാറകളിലൂടെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചില്ലേ, എന്തൊക്കെ ചെയ്തുല്ലേ. ഇസ്ലാം ആകുന്നതിന് മുമ്പ് അദ്ദേഹം ജോലി ചെയ്ത് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി ജീവിച്ചിരുന്നു. എന്നാൽ ഇസ്ലാം ആയ ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രയാസത്തിൻ്റെ താഴ്വരയിലേക്കാണ് മാറ്റപ്പെട്ടത്. അപ്പൊ പിന്നെ ഇസ്ലാം സമാധാനം കൊടുക്കുമെന്ന ആ വാക്കിന്റെ ആശയം എന്താണ്? അമ്മാറും യാസറും സുമയ്യയും ഭാര്യയും ഭർത്താവും മകനുമാണ്. അവർ ഒരടിമ കുടുംബമായി മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്ത് സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. അപ്പോഴാണ് അവർ ഇസ്ലാം മതം സ്വീകരിച്ചത്. ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ കഠിനമായി പീഡിപ്പിക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു, വസ്ത്രങ്ങളില്ലാതെ ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ടു, ക്രൂരമായി മർദ്ദിച്ചു, പഴുപ്പിച്ച ഇരുമ്പിൻ്റെ കമ്പി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റി അവർ ഈത്തപ്പന മരത്തിൽ പടഞ്ഞു മരിച്ചു. എപ്പോൾ? ഇസ്ലാം ആയ ശേഷം. അപ്പം പിന്നെ ഇസ്ലാം കൊടുക്കുന്നു എന്ന് പറഞ്ഞ സമാധാനം എന്താണ്? ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവടക്കാരനായി മക്കയിലെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട് എല്ലാവരാലും സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ ഇസ്ലാമിൻ്റെ പ്രബോധനം ആരംഭിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം കഠിനമായ പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, ദുരന്തത്തിൻ്റെ താഴ്വരയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അപ്പം പിന്നെ ഇസ്ലാം കൊടുക്കുമെന്ന് പറഞ്ഞ സമാധാനം എന്താണ്? ഇതാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ കാതൽ. സമയം ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. എന്താണ് ഇസ്ലാം മുസ്ലിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്ന സമാധാനം, ശാന്തി എന്താണ്? ഇവിടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അജബൽ ലി അംറിൽ മുഅ്മിൻ. 4-ാം ക്ലാസ്സിൽ, ഇപ്പോഴത്തെ പുസ്തകത്തിൽ അറിയില്ല, പണ്ട് 4-ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ പഠിച്ച ഒരു ഹദീസാണ്. അജബൽ ലി അംറിൽ മുഅ്മിൻ. സത്യവിശ്വാസിയായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. എന്താ അത്ഭുതം എന്നറിയോ? അവൻ്റെ ജീവിതത്തിൽ ഗുണകരമായ ഒരു കാര്യം സംഭവിച്ചാൽ അതവന് ഗുണമാണ്. അവൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങളോ ദുരന്തങ്ങളോ അപകടങ്ങളോ സംഭവിച്ചാലോ അതും അവന് ഗുണമാണ്. ഇതാണ് സത്യവിശ്വാസിയുടെ അത്ഭുതം. അവൻ്റെ കച്ചവടത്തിൽ 10 ലക്ഷം റുപ്യ ലാഭം കിട്ടി, അതവന് ഗുണമാണ്. അന്ന് രാത്രി അവൻ്റെ ഷോപ്പ്, അവൻ്റെ കമ്പനി മുഴുവനും കത്തി വെണ്ണീരായിപ്പോയി, അതും അവന് ഗുണമാണ്. പ്രാർത്ഥിച്ച് കല്യാണം കഴിച്ച് 10-ാമത്തെ കൊല്ലത്തിലൊരു കുട്ടി ഉണ്ടായി, അൽഹംദുലില്ലാ, അതവന് ഗുണമാണ്. ആ കുട്ടിക്ക് 1 വയസ്സായപ്പോൾ മുറ്റത്തെ കാറ് ബേക്കോട്ട് കറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽപ്പെട്ട ആ കുട്ടി മരിച്ചു, അതും ഒരു ഖൈറാണ് അല്ലേ? അജബൽ ലി അംറിൽ മുഅ്മിൻ. സത്യവിശ്വാസിയായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. എന്താ അത്ഭുതം? അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതവന് ഗുണകരമായി മാറും. ആ ഒരു തലത്തിലേക്ക് ഒരു സത്യവിശ്വാസി വന്നാൽ അപ്പോഴാണ് ഖുർആൻ പഠിപ്പിച്ച സമാധാനം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. എന്താണ് സത്യവിശ്വാസിയുടെ ജീവിതത്തിന് ഇത്രമേൽ പ്രത്യേകത നൽകുന്നത്, ഇത്രമേൽ വ്യത്യസ്തമാക്കുന്നത്? എങ്ങനെയാണ് ദുരിതങ്ങളെയും സന്തോഷങ്ങളെയും ഒരുപോലെയാക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നത്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് സന്തോഷകരമായ, ഗുണകരമായ, അവന് നേട്ടമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഷക്കറ, ആ നേട്ടത്തിന്, ആ ലാഭത്തിന്, ആ ഗുണത്തിന് അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കും. പടച്ചോനെ, എനിക്കിത് തന്നല്ലോ റബ്ബേ, നന്ദി കാണിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ അള്ളാഹു അവന് കൂലി കൊടുക്കും. എത്ര കൂലി കൊടുക്കുക? ഐ ശകർത്തും ലഅസീദന്നകും. നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ധാരാളം വർദ്ധിപ്പിച്ചു തരും. അപ്പം അതുകൊണ്ട് അവന് ഗുണം കിട്ടുക. നമുക്കൊരു ഗുണമുണ്ടായി, ലാഭമുണ്ടായി, വിജയമുണ്ടായി, സന്തോഷമുണ്ടായി, നമ്മൾ ആഗ്രഹിച്ചത് കിട്ടി. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുമ്പോൾ അള്ളാഹു നമുക്ക്
വർദ്ധിപ്പിച്ചു തരും നന്മ. ഇനി അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതം സംഭവിച്ചാലോ, അപകടം സംഭവിച്ചാലോ, പ്രയാസങ്ങൾ ഉണ്ടായാലോ, സ്വബറ അവൻ ക്ഷമിക്കും. ഇത് അള്ളാഹു എനിക്ക് നിശ്ചയിച്ചതാണ്, അവിടെ കിടക്കട്ടെ. ഇതുകൊണ്ട് എനിക്ക് അള്ളാഹു എന്തോ ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ഇതുകൊണ്ട് എനിക്ക് നീ ഖൈറ് തരണേ റബ്ബേ എന്ന പ്രാർത്ഥനയോടെ ആ ദുരിതത്തെ അവൻ ക്ഷമിക്കും. അപ്പോഴും അള്ളാഹുവിന് കൂലി കൊടുക്കും. എത്ര കൂലി കൊടുക്കുക? ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ള കൊടുക്കുന്ന കൂലി എത്ര കാര്യങ്ങൾ ബിഗൈരി ഹിസാബാണ്, കണക്കില്ലാതെ കൊടുക്കുക. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന കാര്യം ഏതാണെന്ന് ഖുർആൻ നമ്മൾ മറിച്ച് തെരഞ്ഞാൽ നമുക്ക് കിട്ടും. ക്ഷമിക്കുന്നവർക്കുള്ള കൂലിയാണ് ഏറ്റവും വലിയ കൂലിയായി ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നോക്കൂ, ജീവിതത്തിൽ ഗുണകരമായ കാര്യമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അള്ളാഹുവിന് നന്ദി കാണിക്കുന്നു, അപ്പം അള്ളാഹുവിന് കൂലി കൊടുക്കുന്നു. ജീവിതത്തിൽ ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നു, അള്ളാഹുവിലേക്ക് അടുക്കുന്നു, അപ്പം അള്ളാഹു അവന് കൂലി കൊടുക്കുന്നു. രണ്ടായാലും അവന് കിട്ടാനുള്ള കിട്ടും. അത് നന്മയാണ്, അത് പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സ് രണ്ടവസ്ഥയിലും അത് സ്വസ്ഥമായിരിക്കുന്ന അർത്ഥം അല്ലേ. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഖുലിഖൽ ഇൻസാന ഹലുവ. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ്. ഇന്ന് രാത്രി ഒരാൾ റോട്ടുമ്പോൾ നമ്മളിങ്ങനെ പോയപ്പോൾ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, നമുക്ക് നമ്മളെ ദേഷ്യം പിടിച്ച് വരേനി. അയാൾ ഒരൊറ്റ ഒന്നും കൊടുത്ത്, നമ്മളെ ബാപ്പാൻ്റെ പ്രായം ഉപ്പര്, പക്ഷേ ഒരൊറ്റ ഒന്നും കൊടുത്ത് ഇവരെ വർത്താനം അടി ചോദിച്ചു വാങ്ങണ വർത്താനം നന്നായി കൊടുത്ത്. ഇനി മേലാൽ അയാൾ എന്നോട് ആ വർത്താനം പറയാൻ പാടില്ല. വീട്ടിലെത്തി രാവിലെ സുബൈക്ക് ഇങ്ങനെ നീച്ച് നോക്കുമ്പോൾ എന്തോ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒരു ഇങ്ങനെ എന്താ അപ്പോഴാണ് എന്നാൽ അന്തിക്കാ മനുഷ്യനെ അങ്ങാടിന്ന് അടിച്ച് മോശമായി പോയി. ഒന്നുകിൽ അയാളിൻ്റെ വാപ്പാൻ്റെ പ്രായമല്ലേ, പറഞ്ഞ് ചീത്തറിഞ്ഞ് വിട്ടാൽ മതി, അടുക്കേണ്ടിയിരുന്നില്ല. അന്തിക്ക അടിച്ചപ്പം നന്നായി തോന്നിയത് നേരെ വെളുത്തപ്പോൾ ഒരു വേണ്ടില്ല, അങ്ങനെയല്ലേ ഒറ്റയടിക്ക് പെണ്ണുങ്ങളൊക്കെ ഇറക്കി വിടും, പൊടിയാണെന്ന് പറയും. ഓള് പെരീക്കെത്തുമ്പോൾ തോന്നും മാണ്ടില്ലേ, ഇനിയിപ്പോൾ അടുത്ത നേരം വൈകുന്നേരത്തെ ചായ കിട്ടൂല, ചോറ് കിട്ടൂല, ഒക്കെ പ്രശ്നം അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കൽബ് എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. കൽബ് എന്ന് പറഞ്ഞാൽ അറബിയിൽ കൽബ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും കൃത്യമായി ഒരിടത്ത് നിൽക്കാത്തതെന്നാണ്. അതിന് പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണം എന്താ? കടലിൽ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട ഒരു ഐസ് കട്ട പോലെ. ആ ഐസ് കട്ടയുടെ ഒരു ഭാഗം ഉരുകുന്നതിനനുസരിച്ച് ആ ഐസ് കട്ട ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും എപ്പോഴും. കൽബ് ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് എന്നുള്ള പദം അറബിയാണ്, മാറ്റത്തെയാണത് സൂചിപ്പിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ ഹൃദയം അങ്ങനെയാണ്, അതങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഓരോ സമയത്ത് മാറിക്കൊണ്ടേയിരിക്കും. ഈ ഹൃദയത്തോടു കൂടിയാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത്. എന്നിട്ട് അള്ളാഹ് തന്നെ പറയാണ്, സന്തോഷം ഉണ്ടായാൽ ഓൻ ഭയങ്കരമായിട്ട് അമിതമായിട്ട് ആഹ്ലാദിക്കും. സങ്കടങ്ങൾ ഉണ്ടായാലോ ആകെ തകർന്ന് തരിപ്പണമായി ഒന്നിനും പറ്റാതെ ആത്മഹത്യയെക്കുറിച്ചാണ് ചിന്തിക്കുക. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇല്ലൽ മുസല്ലീൻ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ദായിമൂൻ. കൃത്യമായി 5 നേരം നിസ്കരിക്കുന്ന ആളുകൾക്ക് ഈ അപകടം ഉണ്ടാവില്ല. കൃത്യമായി 5 നേരം നിസ്കരിക്കുന്ന ആളുകൾക്ക് ഈ അപകടം ഉണ്ടാവില്ല. ഏതപകടം? സന്തോഷമുണ്ടാകുമ്പോൾ മനസ്സ് വല്ലാതെ അമിതമായിട്ട് ആഹ്ലാദിക്കുന്ന, സങ്കടമുണ്ടാകുമ്പോൾ തകർന്നു പോകുന്ന ആ ദുർബലമായ അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ നോക്കി നിങ്ങൾ, 2000 കോടി രൂപയുടെ ആസ്തിയുള്ള, എങ്ങനെ 2000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു പ്രവാസി വ്യവസായിയാണ് വയനാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം നാട്ടിലുണ്ടാക്കിയ വീട് 25,000 സ്ക്വയർ ഫീറ്റ്. എൻ്റെ വീട് 950 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കും, അങ്ങനെ എൻ്റെ വീട് എത്ര എണ്ണം കൊണ്ടുപോയേക്കാം മുപ്പര വീട്ടിൽ? 25,000 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലുള്ള വീടുണ്ട് അദ്ദേഹത്തിന് അല്ലേ. അപ്പോൾ അത്രയും വലിയ വീടുള്ള 2000 കോടി ആസ്തിയുള്ള ഒരു വ്യവസായി എന്ത് ദുഃഖത്തിൻ്റെ പേരില്ല, എന്ത് സങ്കടത്തിൻ്റെ പേരില്ല അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കണേ? ഞാൻ ഇന്ന് മരിക്കാനും തീരുമാനിക്കുകയല്ലോ. അങ്ങനെ തീരുമാനിക്കത്തക്ക വിധം അയാളുടെ മനസ്സ് അത്ര സങ്കീർണമാകുന്നത് എങ്ങനെ നമ്മൾ ആലോചിക്കുക? കുറച്ചൊന്നല്ലേ, 2000 കോടി റുപ്യ അയാളുടേതുണ്ട്. പക്ഷേ മനസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. എന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ, 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സ് മാറൂല എന്ന് പടച്ചോൻ. നമുക്കറിയാം, ലോകത്ത് ആത്മഹത്യാ നിരക്കിൽ ഏറ്റവും പിന്നിലുള്ളത് മുസ്ലിം രാജ്യങ്ങളാണെന്നാണ്. ആത്മഹത്യാ നിരക്കിൽ
നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറവ് ആത്മഹത്യ ഉണ്ടാകുന്നത് ഈ മലബാർ മേഖലയിലാണ്. അതിന് കാരണം പറഞ്ഞാൽ എന്താ അറിയോ? അവിടെ മുസ്ലിങ്ങളാണ് കൂടുതൽ. അതെന്താ ആത്മഹത്യയും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ആത്മഹത്യയും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ? പറയപ്പെടുന്നത് രണ്ട് ബന്ധമാണ്. ഒന്ന്, മുസ്ലിങ്ങളുടെ ദൈവവിശ്വാസം. ഒരിക്കലും അവൻ ഒറ്റക്കാകുന്നില്ല, അവൻ്റെ ദൈവം അവൻ്റെ കൂടെ ഉണ്ട് എന്ന വിശ്വാസം. രണ്ടാമത്തേത് മുസ്ലിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി. പരസ്പരം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സഹായിക്കാനും അവനെ സംരക്ഷിക്കാനും മുസ്ലിം സമൂഹം വല്ലാതെ താല്പര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഒരാൾ ഒറ്റപ്പെടൂല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിൽ ആത്മഹത്യാ നിരക്ക് വളരെ കുറഞ്ഞത് എന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ വിശദീകരണം. പക്ഷെ നമ്മൾ പറയുന്നു, നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാം മതത്തിൽ ആത്മഹത്യ ഏറ്റവും കുറയാനുള്ള കാരണം ഈ വിശ്വാസം നൽകുന്ന സമാധാനവും സുരക്ഷിതത്വവും ആണ്. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളിനി മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ നമുക്കിത് ഇങ്ങനെ ആരെപ്പറ്റിയോ പറഞ്ഞാൽ പോരല്ലോ. ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടണം. നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പരലോകത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ ജീവിതത്തിൽ ചെറിയ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ ഡെസ്പാവുന്നുണ്ട്, നമ്മൾ നിരാശരാകുന്നുണ്ട്, നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, നമുക്ക് വെറുപ്പ് തോന്നുന്നുണ്ട്, നമ്മൾ ഇറങ്ങിപ്പോകുന്നുണ്ട്, നമ്മൾ പതറുന്നുണ്ട്, നമ്മുടെ പ്രഷർ കൂടുന്നുണ്ട്, ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട്. അതെന്താ അങ്ങനെ? 5 നേരം നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ഈ അവസ്ഥ ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5 നേരം നിസ്കരിച്ചിട്ട് നമുക്കെന്താ അതിൻ്റെ ഗുണം കിട്ടാത്തത്? നിസ്കരിച്ച് കഴിഞ്ഞിട്ട് സലാം വീട്ടിയിട്ട് നമ്മൾ ആദ്യം ചൊല്ലുന്ന ഒരു ദിക്റുണ്ട് അല്ലേ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. ഇത് എല്ലാവർക്കും കാണാപ്പാടാം. എന്നതിൻ്റെ അർത്ഥം, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ എനിക്ക് ഒരു കാര്യം തന്നാൽ അല്ലെങ്കിൽ തരാൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ ഈ പ്രപഞ്ചത്തിലെ ഒരാൾക്കും സാധ്യമല്ല, അതെനിക്ക് കിട്ടുന്ന ചെയ്യും. വലാ മുഅ്തിയ ലിമാ മനഅത, പടച്ചോനെ നീ എനിക്ക് ഒരു കാര്യം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അത് എനിക്ക് കിട്ടണ്ട എന്ന് നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തരാൻ ഈ പ്രപഞ്ചം മുഴുവൻ വിചാരിച്ചാലും നടക്കൂല. ഇപ്പം എന്തേ മനസ്സിലായത്? വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, പോയിട്ടുണ്ടെങ്കിലോ അതും അള്ളാഹുവിൻ്റെ തീരുമാനം. ഇന്നത്തെ കച്ചവടത്തിൽ എനിക്ക് 1000 ഉറുപ്പ്യ ലാഭം കിട്ടി. ആ 1000 ഉറുപ്പ്യ ലാഭം കിട്ടിയത് എൻ്റെ തന്ത്രം കൊണ്ടാണ്, എൻ്റെ ബുദ്ധിയുടെ കൂർമ്മത കൊണ്ടാണ് എന്നൊന്നും വിചാരിക്കണ്ട. അത് അല്ലാഹു തആല എനിക്ക് നിശ്ചയിച്ച ലാഭമാണ്. ഏതോ ഒരാൾക്ക് 1000 ഉറുപ്പ്യേൻ്റെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ആ 1000 ഉറുപ്പ്യാണ് എനിക്ക് ലാഭമായി കിട്ടിയത്. ഒരാൾക്കാവാം, പലർക്കാവാം. പിറ്റേ ദിവസം കച്ചവടം ചെയ്തപ്പോൾ എനിക്ക് 1000 ഉറുപ്പ്യ നഷ്ടം. അപ്പം ഞാൻ എന്താ മനസ്സിലാക്കേണ്ടേ? ഏതോ ഒരാൾക്ക് അല്ലാഹു തആല 1000 ഉറുപ്പികയുടെ ലാഭം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ലാഭമാണ് എൻ്റെ 1000 നഷ്ടമായി എൻ്റെ കണക്കിൽ വന്നത് അല്ലേ? കിട്ടിയതൊക്കെ അല്ലാഹു തആല തന്നതാണ്, പോയതൊക്കെ പോകണമെന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയവും അള്ളാഹുവിൻ്റെ തീരുമാനവും ആണ്. ഇതാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ മനസ്സിന് ഏറ്റവുമേറെ സമാധാനം നൽകുന്ന വിശ്വാസം. നമ്മളൊക്കെ മദ്രസയിൽ ഈമാൻ കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഈമാൻ കാര്യം 6 ആണ് അല്ലേ? അവകൾ അറിയൽ ഫർളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേത് എന്താ? ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേത് ഖൈറും ഷെറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് സംഭവിക്കുന്നത്. മകൾക്ക് കല്യാണം ഉറച്ചു, അൽഹംദുലില്ലാ അല്ലേ? പിറ്റേന്ന് അറിഞ്ഞ് അത് നടക്കൂലോലോ പോയി അല്ലേ? അപ്പം എന്താ നമ്മൾ വിചാരിക്കേണ്ടേ? അതിലൊരു ഖൈറ് എനിക്കുണ്ടാവാം, അല്ലാഹു തആല എനിക്കൊരു ഖൈറ് വിചാരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് അൽഹംദുലില്ലാ അല്ലാഹുവേ, അതിലാണ് എനിക്ക് ഖൈറെങ്കിൽ ആ ഖൈറ് അല്ലേ? അല്ലാഹുവേ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി. നിങ്ങൾ കേട്ടില്ലേ ഒരു പ്രാർത്ഥന? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു. ഈ അബൂ സലമയും ഉമ്മു സലമയും തമ്മിൽ ജീവിക്കുന്നത് ഒരു അപൂർവ ദാമ്പത്യ. ഒരു രണ്ടാളും എപ്പോഴും ഒപ്പയിക്കാരം, കാണുന്നവർക്ക് അസൂയ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങനെ എനിക്കറിയാം. ഒരു പള്ളിയിൽ എന്നും സുബൈ നിസ്കരിക്കാൻ ഒരു ഭാര്യയും ഭർത്താവും ഒപ്പം വരും.
എന്നിട്ട് സുബഹിസ്കാരം കഴിഞ്ഞ് ഈ ഭർത്താവ് പള്ളിൻ്റെ മുമ്പിൽ കാത്തുക്കും. ഈ ഭാര്യയും ഭർത്താവും വന്നിട്ട് ഒരു രണ്ടാളും ഇങ്ങനെ വർത്താനം പറഞ്ഞ് വീട്ടിലേക്ക് അങ്ങനെ നടക്കും. മഗ്‌രിബ് നിസ്കരിക്കാൻ ഒരു വരും. റമദാൻ മാസത്തിൽ ഒരു വീട്ടിൽ നിന്ന് വരുമ്പോൾ ചായ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വരും. അത്ഭുതം നമുക്ക്. ആ ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ നടന്നു പോണത് പലപ്പോഴും ആൾക്കാർ നോക്കി നിന്നാണ്ട് പള്ളിൻ്റെ തിണ്ടുമെന്ന് ഇങ്ങനെ നല്ലത് പറയണത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അബൂ സലമയും ഉമ്മു സലമയും ഏകദേശം അങ്ങനെയാണ്. രണ്ടാളും ഒപ്പാണ് എപ്പോഴും. ഉമ്മു സലമയെ സംബന്ധിച്ച് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഈ ഭർത്താവ്. അങ്ങനെ ഇരിക്കുമ്പോൾ അബൂ സലമ മരിച്ചു. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു. അത് ഭയങ്കര സങ്കടമായി. ഉമ്മു സലമ തകർന്നു പോയി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കണേ. ആ പ്രാർത്ഥന ഇതാണ്: അല്ലാഹുവേ, എനിക്ക് ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഹൈറായത് നീ എനിക്ക് തരണേ. എനിക്ക് നഷ്ടമായതിനേക്കാൾ ഹൈറായത് എനിക്ക് നീ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിവരം ഉമ്മു സലമയെ അറിയിക്കണം. അപ്പോൾ ഉമ്മു സലമ അങ്ങനെ ആലോചിക്കണം, ഈ ഭൂമിൻ്റെ മേലെ അബൂ സലമയേക്കാൾ നല്ല ഒരു മനുഷ്യൻ ഉണ്ടോ? അബൂ സലമയേക്കാൾ നല്ല ഒരു മനുഷ്യനെ ഈ ഭൂമിൻ്റെ മേലെ കിട്ടാണ്ടോ? പിന്നെ എന്തിനാപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കണേ? എന്നാലും റസൂല് പറഞ്ഞതല്ലേ. ഉമ്മു സലമ അത് പ്രാർത്ഥിച്ചു. പിന്നെ കഥ വേറൊന്നാ. ഉമ്മു സലമയെ പിന്നെ കല്യാണം ആലോചിക്കുന്നത് ആരാ നിങ്ങൾ? സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമയെ കല്യാണം ആലോചിക്കുകയാണ്. അപ്പോൾ ഉമ്മു സലമ 3 കാരണങ്ങളാൽ വേണ്ടാന്ന് പറഞ്ഞു. വേണ്ട. ഒന്ന്, എനിക്ക് വയസ്സായിട്ടുണ്ട് ഒരുപാട്, ഇന്നൊരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാവുന്ന അവസ്ഥയിലല്ല ഞാൻ, അത് വേണ്ട. 2, അബൂ സലമയുടെ മക്കളെ എനിക്ക് വളർത്തണം. ഞാൻ വേറെ കല്യാണം കഴിച്ചാൽ ഈ മക്കളെ വളർത്താൻ ആളുണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് കല്യാണം വേണ്ട. 3, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അബൂ സലമൻ്റെ മുമ്പിലായതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ റസൂലുള്ള എന്നെ കെട്ടിയാൽ റസൂലുള്ളാൻ്റെ ഭാര്യ ആയിരിക്കാൻ എന്നെ കൊള്ളൂല. എൻ്റെ ഈ ദേഷ്യം അത് വലിയ പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ 3 കാരണങ്ങൾ കൊണ്ട് ഉമ്മു സലമ ആ കല്യാണത്തിനെ നിരാകരിച്ചു, വേണ്ടാറ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയസ്സായിട്ടുണ്ട് സത്യമാണ്, അത് നിനക്ക് മാത്രമല്ല എനിക്കും വയസ്സായിക്കണം, അതുകൊണ്ട് അത് വിട്ടടാ. വയസ്സ് നമ്മൾ രണ്ടാളും കണക്ക് തന്നെ. 2, അബൂ സലമയുടെ മക്കളുണ്ടല്ലോ, അവർ എൻ്റെയും മക്കളേക്കാരം. അബൂ സലമ ആ മക്കളെ നോക്കിയതുപോലെ ഞാനും ആ മക്കളെ നോക്കും, ആ പ്രശ്നം പരിഹരിക്കാം. പിന്നെ 3, ദേഷ്യമാണല്ലോ. ദേഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റിയൊരു സാധനമൊന്നുമല്ല, അത് പൈശാചികമാണ്. ആ ദേഷ്യം മാറാൻ വേണ്ടി നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് ഉമ്മു സലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യേണ്ടത്. നമ്മുടെ വിഷയം അതല്ല. അബൂ സലമ മരിച്ചപ്പോൾ അല്ലാഹുവേ, എനിക്ക് നഷ്ടമായതിനേക്കാൾ ഹൈറായത് എനിക്ക് തരണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉമ്മു സലമൻ്റെ മനസ്സിന് വലിയ സങ്കോചം ഉണ്ടായിരുന്നു. അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ ലോകത്ത് കിട്ടുമെന്ന്. പക്ഷേ ലോകത്തിലെ ഒരു പെണ്ണിനും കിട്ടാത്ത അത്രയും നല്ല ഒരു ഭർത്താവിനെയാണ് അല്ലാഹു തആല ഉമ്മു സലമക്ക് പിന്നീട് കൊടുക്കുന്നതായി ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഹൈറായത് സംഭവിക്കുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്, ഷെറായത് സംഭവിക്കുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. ഇത് രണ്ടും മാറ്റിവെക്കാനോ തടഞ്ഞു വെക്കാനോ ഒരാൾക്കും സാധ്യമല്ല എന്നർത്ഥം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയും താഴ്ചയും അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. ഇതാദ്യം മനസ്സിലാക്കട്ടോ. അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റുക. ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ അത്രയും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. ഒന്നത് മനസ്സിലാക്കുക. 2, മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം? ഈ പ്രപഞ്ചത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവാണ്. മനസ്സിലായെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവാണ്. വെറുതെ പറഞ്ഞല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൻ്റെ സമയത്ത് തടവുകാരിയായി പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, തടവുകാരിയായി പിടിക്കപ്പെട്ട അവളെ ഒരു പക്ഷേ കൊല്ലാം, അല്ലെങ്കിൽ അടിമകളായി കയറ്റി അയച്ചേക്കാം. ഇത് രണ്ടിലൊന്നാണ് ആ സ്ത്രീയുടെ ഭാവി. ഒന്നുകിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ അടിമയാക്കി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും.
വല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴും ആ സ്ത്രീ നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനെ തെരയുന്നുണ്ട്, എല്ലായിടത്തും തെരയുക. എന്താ തരുമല്ലോ, ആ സ്ത്രീക്ക് മുലയൂട്ടുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ കാണാനല്ല. സംഗതി ചിലപ്പോൾ അപ്പ പെണ്ണിനെ കൊല്ലും, അല്ലെങ്കിൽ തടവിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അതൊന്നും ഈ പെണ്ണിന് പ്രശ്നമല്ല. അവൾ നോക്കുന്നത് താൻ മുല കൊടുക്കേണ്ട അല്ലെങ്കിൽ വിശന്ന് കരയുന്ന തൻ്റെ കുട്ടി എവിടെ, കുട്ടിനെ കാണാനല്ല. കുറേ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇങ്ങനെ എണീറ്റ് വരുന്നു. അപ്പോൾ ഈ സ്ത്രീൻ്റെ സന്തോഷം, ആ സ്ത്രീ ഓടിച്ചെന്ന് ആ കുട്ടിയെ തൻ്റെ മാറോട് ചേർത്ത് ആ കുട്ടിയുടെ കവളത്ത് ഉമ്മ വെച്ച് ആ കുട്ടിയുടെ തലയിൽ വിരലോടിച്ച് ആ കുട്ടിക്ക് പാല് കൊടുത്തു. ആ സ്ത്രീ അങ്ങനെ നിർവൃതിയില്ല. നിമിഷങ്ങൾ കൊണ്ട് അവൾ കൊല്ലപ്പെടുകയോ ആ കുട്ടിയും അവൾ തമ്മിൽ പിരിയുകയും അവൾ ഏതെങ്കിലും മാർക്കറ്റിൽ അടിമയായി വിൽക്കപ്പെടുകയും ചെയ്തേക്കാം. പക്ഷേ തൻ്റെ കുട്ടി വന്നപ്പോൾ ആ സ്ത്രീ അതൊക്കെ മറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ ആ കാഴ്ച കണ്ടോ? കണ്ടു നബി. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് കാണിക്കാൻ പറ്റുന്ന കാരുണ്യത്തിൻ്റെ അങ്ങേ തല, അല്ലാതെ ഇപ്പം എന്താ പറയുക, മരണത്തിൻ്റെ വാളിൻ്റെ മുമ്പിലാണ് ആ സ്ത്രീ ഇരിക്കുന്നത്. അപ്പോഴും സ്വന്തം കുട്ടിയോടുള്ള വാത്സല്യല്ലേ. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, പ്രവാചകൻ പറഞ്ഞു, ആ ഉമ്മ ആ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹത്തിനേക്കാൾ 100 ഇരട്ടി സ്നേഹമുണ്ട് നിങ്ങളുടെ റബ്ബിന് നിങ്ങളോട്. എങ്ങനെ? ആ സ്ത്രീ, ആ ഉമ്മ ആ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അതിനേക്കാൾ 100 ഇരട്ടിയിലേറെ സ്നേഹമുണ്ട് റബ്ബിന് നിങ്ങളോട്. നമ്മളോടെ, നമ്മുടെ റബ്ബിന്. ഇപ്പം നമ്മളെ വാപ്പ ഒരു കാര്യം എടാ ഞാൻ കടയിൽ നിന്ന് വരുമ്പോൾ സാധനം വാങ്ങി വരണം കേട്ടോ, നമ്മൾ മറന്ന്. പിറ്റേതും പറഞ്ഞടാ വാങ്ങണം കേട്ടോ, നമ്മൾ മറന്ന്. പിറ്റേതും പറയും. 4-ാമത്തെ ദിവസം വാപ്പ പറയില്ല, വാപ്പാൻ്റെ മുഖത്തുണ്ടാവും. എന്തേ? ഓനോട് കാര്യം 3 വട്ടം ഞാൻ പറഞ്ഞു, അതുവരെ വാങ്ങിയിട്ടില്ല. നമ്മൾ മറന്നതേ കാരണം. പക്ഷേ നമ്മളെ വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഒരു 4 വട്ടം ഒരു കാര്യം പറഞ്ഞാൽ ദേഷ്യം വരൂലേ? നമ്മളോടൊക്കെ പടച്ചോ ചില കാര്യങ്ങൾ എത്ര വേണം. സുബൈക്ക് നോക്കിങ്ങൾ 5000 സ്വലാത്ത് നിസ്കരിക്കാൻ വരും, അസ്വലാത്തു ഖൈറും മിനന്നൗം, ഒരു 5 മിനിറ്റ് ഈ ഉറക്കിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് നിസ്കാരാട്ടോ എന്ന് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ വാക്കാ പടച്ചോൻ്റെ. എന്നിട്ട് എണീറ്റോ? പല ആൾക്കാരും എണീറ്റില്ല, അവിടെ തന്നെ കടന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് തലയ്ക്ക് പുതപ്പ് വലിച്ചിട്ട് കണ്ട് ചുരുണ്ടൊരു കിടത്തുണ്ട്, സുഖമുള്ള കിടത്താം. നോക്കി നിങ്ങൾ എത്ര കാലല്ലേ. അള്ളാഹ്ക്ക് തോന്നിയോ ആ കുരുത്തം കെട്ട മനുഷ്യന് എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു കൊടുത്ത് പള്ളിൻ്റെ അയലോക്കത്ത് വീടും വെച്ച് കൊടുത്തിട്ട് ഈ ബാങ്ക് കേട്ടിട്ട് ഇന്ന് വരെ ഓൻ എണീറ്റില്ല. അതുകൊണ്ട് നാളെ ഞാൻ കൊടുത്ത കാലുകൊണ്ട് നടക്കണ്ട, കടക്കട്ടെ അവിടെ എന്ന് പടച്ചോനൊരു തീരുമാനം എടുത്താലേ ആ കിടക്കയിൽ നിന്ന് നമ്മളെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ഈ ലോകത്തിലെ ഏത് വൈദ്യശാസ്ത്രത്തിനാ സാധിക്കുക? പറ്റുമോ? ഇല്ലല്ലോ. എന്നിട്ട് നമുക്ക് വല്ല കേടും പറ്റില്ലല്ലോ. ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ കടന്നുറങ്ങും. ഒരു പേജ് ഖുർആൻ ഓതാൻ സമയമില്ലാത്ത ആളുകൾ മണിക്കൂറുകൾ സീരിയലുകളും സിനിമകളും കണ്ടുകൊണ്ടിരിക്കുക. പടച്ചോന് ദേഷ്യം വന്നോ? ഞാൻ കൊടുത്ത കണ്ണുകൊണ്ട് ഖുർആൻ ഓതാൻ നേരല്ല, എന്നാ വേണ്ടാത്ത വൃത്തിയോട് മുഴുവൻ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൊടുത്ത കണ്ണിന്റെ കാഴ്ച ഞാനും ഇങ്ങോട്ട് പിൻവലിക്കട്ടെ എന്ന് പടച്ചോൻ തീരുമാനിച്ചാൽ എന്തായിക്കാര അവസ്ഥ? ആ കണ്ണിന്റെ കാഴ്ച തിരിച്ചു തരാൻ ആർക്കാ സാധിക്കുക? അതാണ് അല്ലാഹ്. എത്രയൊക്കെ നമ്മൾ വേണ്ടാത്തരം ചെയ്തു, എത്രയൊക്കെ നമ്മൾ അള്ളാന്റെ കൽപ്പന ലംഘിച്ചു, എവിടെയൊക്കെ നമ്മൾ അള്ളാന്റെ കൽപ്പന തട്ടിത്തെറിപ്പിച്ച് നടന്നുപോയി, എന്നിട്ടൊന്നും അള്ളാഹ്ക്ക് നമ്മളോട് ദേഷ്യം തോന്നേ, നമ്മളോട് വൈരാഗ്യം തോന്നേ, നമ്മളോട് വെറുപ്പ് തോന്നേ, നമ്മളെ ശപിക്കേ, നമ്മളെ നശിപ്പിക്കേ ഒന്നും ചെയ്തില്ലല്ലോ പടച്ചോൻ. അതെ, ഒരു ഉമ്മ തൻ്റെ മകനോട് കാണിക്കുന്ന സ്നേഹത്തെക്കാൾ 100 ഇരട്ടി സ്നേഹമുണ്ട് നമ്മുടെ റബ്ബിന് നമ്മളോടെ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ശരീരത്തിലൊക്കെ നോക്കിങ്ങൾ എത്രങ്ങാനും പ്രവർത്തനങ്ങൾ നടക്കണേ. നമ്മളെന്താ ചെയ്യണേ? നമ്മുടെ ശരീരത്തിൽ ഓരോ മിനിറ്റിലും ആയിരക്കണക്കിന് സങ്കീർണമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഓരോ കോശത്തിലും ഓരോ അവയവത്തിലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? ശ്വാസം അയക്കുന്ന പോലും നമ്മൾ അറിയണില്ലല്ലോ. ഒരു ചെറിയൊരു ശ്വാസം മുട്ടൽ വന്നാൽ, ശ്വാസം ഒന്ന് വലിച്ചു കയറ്റേണ്ടി വന്നാൽ എന്താ ഇപ്പം നമ്മളെ ഇടങ്ങേറില്ലേ? നമ്മൾ അനുഭവിക്കുന്ന സുഖം എത്രയാണ്. നമ്മളെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നോക്കൂ, ഒരു മിനിറ്റിൽ എത്ര വട്ടം എന്ന് തുടങ്ങിയതാ നിങ്ങൾ. ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ 120ാമത്തെ ദിവസം 4ാമത്തെ മാസം അന്ന് തുടങ്ങിയതാണ് ഈ ഹൃദയത്തിൻ്റെ മിടിപ്പ്. ഇപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് നമ്മൾ ഉറക്കത്തിലും ഉണർച്ചയിലും ഒക്കെ അത് മിടിച്ചുകൊണ്ടേയിരിക്കുക, നമ്മുടെ രക്തം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ അറിയണ്ടോ? അതൊക്കെ ഒന്ന് നിന്നോക്കണ്ടേ അല്ലേ? മൂത്രമൊഴിക്കണം തോന്നിയാൽ മതി, ഒരു കുറ്റിക്കാടിൻ്റെ മറവുണ്ടായാൽ മതി, അവിടെ ഇരുന്നോ നിന്നോ നമ്മൾ മൂത്രമൊഴിക്കും, ഒരു ഉറുപ്പ്യൻ്റെ ചിലവില്ല.
ആ മൂത്രം ഒന്ന് പുറത്തേക്ക് പോകാതെക്കട്ടെ, അവൻ്റെ കിഡ്നി ഒന്ന് പ്രവർത്തനം നിർത്തട്ടെ. എന്താ സുഖല്ലേ? ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് മെഷീൻ്റെ മുമ്പിൽ ഇങ്ങനെ മലന്നു കൊടുക്കുക, ശരീരം കീറി മുറിച്ച് ആ രക്തം കെട്ട് പുറത്തേക്ക് എടുത്തിട്ട് ആ മെഷീനിലൂടെ അത് ശുദ്ധീകരിച്ചിട്ടാണ് കയറ്റി. നിങ്ങൾ ആ ഡയാലിസിസിനൊക്കെ വിധേയനാകുന്ന മനുഷ്യൻ്റെ കണ്ണുക്ക് നോക്കണ്ടി, ദൈന്യത മുഴുവനും അയാളുടെ കണ്ണിലുണ്ടാവും. അയാൾ അനുഭവിക്കുന്ന പ്രയാസം എത്രയാ? നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പോ ഇത്രമേൽ അള്ളാഹു നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. അത്രയും നമ്മളെ സ്നേഹിക്കുന്ന അള്ളാഹുവാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. അത് തമ്മിൽ നിങ്ങൾ കൂട്ടി യോജിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു ഉണ്ടാക്കുന്നതാണ്. ഈ അള്ളാഹു ആകട്ടെ നമ്മളെ സ്വന്തം മാതാപിതാക്കളെക്കാളേറെ 1000 മടങ്ങ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം എന്തേ മനസ്സിലായത്? ഈ പ്രപഞ്ചത്തിൽ നമ്മളെ ഏറ്റവുമേറെ സ്നേഹിക്കുന്ന അള്ളാഹുവിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ വരുന്നത്. ഒരു കുട്ടി അങ്ങാടിയിൽ ഐസ് ഇങ്ങനെ പോണ്ട്. അപ്പോൾ കുട്ടിക്ക് ഐസ് വേണം. കുട്ടി ചോദിച്ചു, വാപ്പ ഐസ് വാങ്ങിത്തരോ? വാങ്ങിത്തരില്ല. ഒന്ന് വാപ്പ 2 റുപ്യല്ലേ ഉള്ളൂ, വാങ്ങിത്തരില്ല. അത് തിന്നാൻ പറ്റില്ല, വയറുവേദന ഉണ്ടാവും. കുട്ടിക്ക് ഐസ് കിട്ടിയേ പറ്റൂ, വാപ്പ വാങ്ങിക്കൊടുക്കൂല. അവസാനം വാപ്പ ഒറ്റ മുണ്ടലറിഞ്ഞു ഒരടി. എന്തേപ്പ് 2 റുപ്യക്ക് ഒരു ഐസ് ആ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തൂടെ? എന്താ വാങ്ങിക്കൊടുക്കാത്ത നിങ്ങൾ? ആ ഐസ് ഉണ്ടാക്കുന്ന വെള്ളം ദുഷിച്ച വെള്ളമാണെന്ന് വാപ്പക്കറിയാം. ആ ഐസ് കുട്ടി തിന്നാൽ അവന് വയറുവേദന ഉണ്ടാവുമെന്നും വാപ്പക്കറിയാം. അതുകൊണ്ടാണ് ബാപ്പ കുട്ടിക്ക് ഐസ് കൊടുക്കാത്ത എന്ന് പറഞ്ഞാൽ ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് ബാപ്പ കുട്ടിക്ക് ഐസ് കൊടുക്കാത്തത്. പക്ഷെ കുട്ടിക്കറിയില്ല, കുട്ടിക്ക് ബാപ്പാനോട് ഭയങ്കര ദേഷ്യക്കാരം. പെരിയിൽ പോയിട്ട് ബാപ്പാനോട് മുണ്ടാതൊരു മൂലക്ക് പോയി കുത്തിരിക്കും. ആ സമയത്തെങ്ങാനും ആരെങ്കിലും മോനെ ഈ ഭൂമിയിൽ നിനക്ക് ഏറ്റവും വെറുപ്പുള്ളത് ആരോടാണ് ചോദിച്ചാൽ ആ കുട്ടി ഒറ്റ വാക്കിൽ മറുപടി പറയും, എൻ്റെ ബാപ്പാനോട്. ഞാൻ 2 റുപ്യേൻ്റെ ഐസ് ചോദിച്ചിട്ട് ബാപ്പ എനിക്ക് വാങ്ങി തന്നില്ലല്ലോ, എനിക്ക് എൻ്റെ ബാപ്പാനോട് ഇഷ്ടമല്ല, വെറുപ്പാണെന്ന് കുട്ടി പറയും. എന്തുകൊണ്ടാ ബാപ്പ കുട്ടിക്ക് വാങ്ങി കൊടുക്കാൻ? ഞാൻ വെറുപ്പുണ്ടാ? എൻ്റെ കുട്ടി കരയണമെന്ന് കാണാൻ വേണ്ടിയാ? ഓൻ്റെ ഒച്ച കേൾക്കാൻ വേണ്ടിയാ? ഓൻ്റെ കണ്ണ് അല്ലല്ലോ. ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് കുട്ടിക്ക് കൊടുക്കാഞ്ഞ്. പക്ഷെ അതറിയാത്ത കുട്ടി ബാപ്പയോട് ദേഷ്യപ്പെടുകയും ബാപ്പയെ വെറുക്കുകയും ചെയ്തു. ഈ ഭൂമിയിൽ ജീവിക്കണ നമ്മളൊക്കെ അവസ്ഥ അതാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വന്നുപെടുമ്പോൾ അത് എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് വെറുപ്പ്. ഒരു കഥ ഉണ്ടേ, ഞാൻ ഈ കുട്ടികളുടെ പുസ്തകത്തിൽ ഏതോ ഒരു ചെറിയ കുട്ടികളുടെ പുസ്തകത്തിൽ വായിച്ച കഥയുണ്ട്, പൊട്ടക്കഥയാണ്. നായാട്ടിന് പോയി രാജാവിൻ്റെ കൂടെ ഒരു പരിചാരകനുണ്ട്. അങ്ങനെ കുറേ വേട്ടയാടി നടന്നിട്ട് ഒന്നും കിട്ടിയില്ല, രണ്ടാളും കുഴങ്ങിക്കണ്. അപ്പോൾ വിശന്നപ്പോൾ കാട്ടുന്നൊരു പഴം കിട്ടി. രാജാവ് തൻ്റെ കത്തി എടുത്തിട്ട് ആ പഴം ഇങ്ങനെ ചെത്തി തിന്ന ഒരൊറ്റ ചെത്ത്. പക്ഷെ ആ ചെത്ത് കൊണ്ടത് രാജാവിൻ്റെ വിരലിൻ്റെ തല മുറിഞ്ഞാൽ പോയി. ചോര ഇങ്ങനെ ഒന്നായിട്ട് കുടുകൂടെ ഒഴുകുക. ഈ പരിചാരകൻ തൻ്റെ വസ്ത്രത്തിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് രാജാവിൻ്റെ മുറിവ് കെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, രാജാവേ സങ്കടപ്പെടണ്ട, ഇതിലൊക്കെ നമുക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാവും, അതുകൊണ്ട് സങ്കടപ്പെടണ്ട. രാജാവ് അല്ലെങ്കിൽ തന്നെ കുഴങ്ങി നിൽക്കുക, സാധനം കിട്ടിയിട്ടില്ല, നിരാശ. അതോടൊപ്പം കയ്യിൻ്റെ മുറിവിൻ്റെ വേദന. അപ്പോഴപ്പോൾ ഇയാളെ ഒരു വേദാന്തം, ഇത് നല്ലീനും വേണ്ടി ഇക്കാരം വിരല് പോയതെന്ന്. രാജാവ് പരിചാരകനെ പിടിച്ചോർ ഒറ്റ ഒരു പൊട്ടക്കൻ്റെ കിടക്കുകയാണ്. അന്നെ പോലത്തെ ഒരാളെ കൊണ്ടെടുക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൻ്റെ വിരല് പോയിട്ട് അത് നല്ലീനെ ഇക്കാരെന്ന് പറഞ്ഞാൽ അന്നെ ഞാനെന്താ തീറ്റി പോയിട്ടാണ് അവിടെ കിടക്കുകയാണ്. പിന്നെ രാജാവ് ഒറ്റക്ക മുന്നോട്ട് പോയത്. കുറേ ചെന്നപ്പോൾ കാട്ടുജാതിക്കാരായ ആൾക്കാർ രാജാവിനെ വളഞ്ഞിട്ട് പിടിച്ചിട്ട് കയറുമ്പലൊക്കെ കെട്ടിയിട്ട് അവരുടെ മൂപ്പൻ്റെ മുന്നിൽ കഥ കേട്ടോ, മൂപ്പൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴാണ് രാജാവിന് സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലായത് അവരുടെ ദൈവത്തിന് ബലി കൊടുക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ കിട്ടണം. അത് തെരഞ്ഞു നടക്കുമ്പോഴാണ് രാജാവിനെ കിട്ടിയത്. അങ്ങനെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന പുരോഹിതൻ വന്ന് ഇയാളെ മുഴുവനും പരിശോധിച്ചപ്പോൾ അറിഞ്ഞത് ഇയാളെ ബെർലിൻ്റെ പകുതി കാണാനല്ല. അപ്പോൾ ഈ വലിയൊരുനാളിന് പോത്തിനെ അറുക്കണമായിരിക്കേ ഒരു കേടുമില്ലാത്ത പോത്തിനെ അറുക്കാൻ പാടുള്ളൂ എന്നാ. അതായത് ഇവരുടെ ദൈവത്തിന് ബലി കൊടുക്കുമ്പം ഈ ബെരല് മുറിഞ്ഞ മനുഷ്യന്മാരൊന്നും ബലി കൊടുക്കാൻ പറ്റില്ല. ഇയാൾ രാജാവിനെടുത്ത ഒറ്റ ആട്ടൽ പോടാന്ന് പറഞ്ഞു. ബെരലും ഇല്ല, അവന് വെറുതെ വന്ന് കിടക്കുക എവിടെയാണ് ആട്ടി വിട്ട്. അപ്പോൾ രാജാവ് രക്ഷപ്പെട്ട്. അപ്പോഴാണ് രാജാവിന് തോന്നിയേ എൻ്റെ പരിചാരകൻ പറഞ്ഞ വർത്താനം എത്ര നല്ല വർത്താനല്ലേ, ഇതിലെന്തെങ്കിലും ഹൈറുണ്ടാവും അയാൾ പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട് ഞാൻ അയാളെ കയറ്റിക്കിട്ടല്ലോ. അയാൾ എന്തൊരു നല്ല, ഞാൻ എന്തൊരു നന്ദികേടെ കാണിച്ച്. രാജാവ് തിരിച്ചുപോയി. അപ്പോൾ അയാൾ പൊട്ടക്കേട്ട് തന്നെ കിടക്കുക. അയാളെ പിടിച്ച് പുറത്താക്കി കാര്യമൊക്കെ പറഞ്ഞ് രാജാവ് മൂപ്പരോട് മാപ്പ് ചോദിച്ചു, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു,
രാജാവേ, അങ്ങ് എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടത്, ഞാൻ അങ്ങയോടല്ലേ നന്ദി പറയേണ്ടത്. അതെന്താ? നിങ്ങൾ ഇന്ന ഈ പൊട്ടക്കേറ്റക്ക് ഇടാതെ നമ്മൾ രണ്ടാളും നടന്നു പോയ സമയത്താണ് അവർ പിടിച്ചതെങ്കിൽ കൈ മുറിഞ്ഞ അങ്ങ് രക്ഷപ്പെടും, ഒരു മുറിയില്ലാത്ത ഇഞ്ഞ പിടിച്ചോലാർക്കും. ഭാഗ്യത്തിന് അങ്ങ് എന്നെ ഈ കിണറ്റിക്ക് എറിഞ്ഞുകൊണ്ട് ഞാൻ ഓല കയ്യിൽപ്പെട്ടില്ല, അൽഹംദുലില്ലാഹ് ഞാൻ കഴിച്ചില്ല. അതുകൊണ്ട് രാജാവേ, എനിക്ക് അങ്ങയോട് നന്ദിയുണ്ട്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യം ഇങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും അത് നമുക്ക് മോശമാണ്, അത് നഷ്ടമാണ്, അത് വലിയ ഇടങ്ങേറാണ്, അത് പ്രയാസമാണ്. പക്ഷേ അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൽകുന്ന അള്ളാഹു നമ്മളെ ഏറ്റവും സ്നേഹമുള്ള അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മളെ നശിപ്പിക്കാനോ നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ നമ്മളെ വേദനിപ്പിക്കാനോ, നമ്മളിങ്ങനെ വറവ് ചട്ടിയിലെ കടുക് പോലെ ഇങ്ങനെ, ഒരു കുട്ടി അവിടെ ആശുപത്രിയിൽ, അപ്പോൾ ഒരു മറ്റേ കുട്ടി വീണ് കാല് മുറിഞ്ഞു വരിക, അപ്പോൾ ഒരു പെണ്ണുങ്ങൾക്ക് സുഖമല്ല, അപ്പോൾ അതിന് പീഡിയയിൽ കള്ളം കയറി, അങ്ങനെ ആകപ്പാടെ കെട്ടി ഇടങ്ങേറിൽ ഇങ്ങനെ വറവ് ചട്ടിയിലെ കടുക് പോലെ. എന്തിനാ പടച്ചോനെ ജിന്ന് എങ്ങനെ പരീക്ഷിക്കണമെന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അതെ, എന്തിനാ പരീക്ഷിക്കണത്? എന്തിനാ? അതാണ് എൻ്റെ മൂന്നാമത്തെ വാക്ക്. അപ്പം ഞാൻ രണ്ടെണ്ണം പറഞ്ഞേ. ഒന്ന്, ഞാൻ പറഞ്ഞു സംഭവിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. രണ്ട്, ഞാൻ പറഞ്ഞു ആ അള്ളാഹു ആകട്ടെ ഈ ഭൂമിയിൽ നമ്മളെ ഏറ്റവുമേറെ സ്നേഹിക്കുന്ന ആളാണ്. മൂന്നാമത്തേത്, അപ്പം പിന്നെ എന്തിനാ നമ്മുടെ ജീവിതത്തിൽ ഇടങ്ങേറും പ്രയാസവും കഷ്ടകാലമൊക്കെ ഉണ്ടാകുന്നത്? അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരുമോ? ദേഷ്യം വരരുത്. അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാ. എന്തിനാണ് ജീവിതത്തിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്? അതിൻ്റെ മറുപടി അള്ളാഹുവിന് അടിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ, എന്താ പറഞ്ഞേ? അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ആ അടിമയെ അള്ളാഹു ഏറ്റവും കഠിനമായ പരീക്ഷണത്തിന് വിധേയമാക്കും. അള്ളാഹു ഒരടിമയെ സ്നേഹിച്ചാൽ ആ അടിമയെ അള്ളാഹു ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയനാക്കും. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന അൽമൽ ജസായി മഅ ഇൽമിൽ ബലായി. അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലം ഒരാൾക്ക് കിട്ടുക ഏറ്റവും കഠിനമായ പരീക്ഷണത്തിൻ്റെ കൂടെയായിരിക്കും. വഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും ഫമൻ റളിയ ഫലഉർള. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അയാളെ കഠിനമായ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന. മനസ്സിലാക്കണം, നമ്മളെ കൂട്ടത്തിലൊക്കെ ചില ആൾക്കാരെ കാണാമൊക്കെ 5 നേരം നിസ്കരിക്കുന്ന നല്ല മനുഷ്യന്മാരെ ഇക്കാരം, പക്ഷേ വീട്ടിലെ കഷ്ടപ്പാട് ഇങ്ങോട്ട് തീരൂല. രോഗം, ബുദ്ധിമുട്ട്, കടം, അയാളിങ്ങനെ കണ്ടാൽ നമ്മളെ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ വരും. എന്തിനാ പടച്ചോനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഈ മനുഷ്യനെ? എന്തൊരു നല്ല മനുഷ്യനാ, മാണ്ടാത്തൊരു വാക്ക് പറയില്ല, വേണ്ടാത്തൊരു പ്രവൃത്തി ചെയ്യൂല, എല്ലാവർക്കും ഉപകാരപ്പെട്ട ആളാ. പക്ഷെ മൂപ്പര ജീവിതത്തിൻ്റെ ഒരു ഇടങ്ങേറ് കണ്ടാൽ എന്തിനാ പടച്ചോനെ ഇങ്ങനെ പരീക്ഷിക്കണേ? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കണേ, റസൂലേ, ഈ ലോകത്ത് ഏറ്റവും കഠിനമായി പരീക്ഷിക്കപ്പെടുന്നത് ആരാണ്? ഈ ലോകത്ത് ഏറ്റവും കഠിനമായി പരീക്ഷിക്കപ്പെടുന്നത് ആരാണ്? എന്താ പറഞ്ഞേ? കൊടും കുറ്റവാളികളാണെന്ന? ഏറ്റവും ദുഷിച്ച ആൾക്കാരാണെന്ന? അല്ല. അതിന് പ്രവാചകൻ കൊടുത്ത മറുപടി അൽ അംബിയാ. അൽ അംബിയാ, പ്രവാചകന്മാരാണ് ഈ ലോകത്ത് ഏറ്റവും കഠിനമായി പരീക്ഷിക്കപ്പെട്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ? രസമുള്ള മറുപടി. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ? ആ പ്രവാചകന്മാരുടെ തൊട്ട് താഴെ ഈമാനുള്ള ആൾക്കാർ. പിന്നെ ആരാ? അതിൻ്റെ തൊട്ട് താഴെ ഈമാനുള്ള ആൾക്കാർ. എന്നിട്ട് പ്രവാചകൻ ആ സംസാരം അവസാനിപ്പിച്ചത് എങ്ങനെയാ? നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഈമാനിൻ്റെ ശക്തി അനുസരിച്ച് പരീക്ഷിക്കപ്പെടും. നല്ല ഈമാണ്ടോ നന്നായി പരീക്ഷിക്കപ്പെടും. തീരെ ഈമാനല്ലേ ഓൻ്റെ ജീവിതം അടിപൊളിക്കാരൻ, കളർഫുള്ളേക്കാരൻ അല്ലേ? അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഠിനമായ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുക വേണ്ടേ? പടച്ചോ എന്നെ പരിഗണിക്കുന്നുണ്ട് കേട്ടോ, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ, അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് അവൻ തിരിച്ചറിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ത്?
ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴും സത്യവിശ്വാസിയുടെ മനസ്സ് അത് സന്തുലനം അടയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ വിശ്വാസം കൊണ്ടാണ്. ഇത് എൻ്റെ റബ്ബാണ് എന്നെ പരീക്ഷിക്കുന്നത്, എൻ്റെ റബ്ബാവട്ടെ എന്നെ ഏറ്റവുമേറെ സ്നേഹിക്കുന്നവനാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബ് എനിക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ അതെൻ്റെ ഖൈറിനു വേണ്ടിയാണ്, അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അതിൽ എനിക്ക് നന്മയുണ്ട്. അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രോഗി കിടന്ന് ശരീരമൊക്കെ പൊട്ടി മാംസമൊക്കെ പൊട്ടിയിട്ട് അതിലൊക്കെ പുഴു വരിക്കുന്നുണ്ട്, ദുർഗന്ധം കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല, മലമൂത്ര വിസർജനങ്ങളൊക്കെ കിടപ്പ് തന്നെയാണ്, അയാളെ പരിചരിക്കാൻ പോലും ആളില്ല. അങ്ങനത്തെ ഒരാളെ കണ്ടാൽ നിങ്ങൾ എന്താ പറയാ? നമ്മൾ രോഗിനെ കാണാൻ പോയി, അപ്പോൾ ആ രോഗിൻ്റെ അവസ്ഥ എന്താ? നോക്കാൻ ശരിക്കും ആളില്ല, ശരീരമൊക്കെ പൊട്ടിങ്ങാണ്ട് വ്രണമൊലിക്കുന്നുണ്ട്, മലമൂത്ര വിസർജ്യത്തിൻ്റെ ദുസ്സഹമായ ഗന്ധമുണ്ട്, ഭക്ഷണം കഴിക്കാൻ വയ്യ, വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുക. അങ്ങനത്തെ രോഗിനെ കണ്ട് മടങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുക? സത്യമായിട്ടും ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിച്ചോനെ ഇനിയും അയാൾ അങ്ങനെ കടത്തിങ്ങാണ്ട് ഇടങ്ങേറാക്കല്ല റബ്ബേ, ഇല്ലേ പറയില്ല നമ്മൾ? അയാളെ ഇനി അങ്ങനെ കിടത്തിങ്ങാണ്ട് ഇടങ്ങേറാക്കല്ല റബ്ബേന്ന് നമ്മൾ കണ്ണിന്ന് വെള്ളമൊൽപ്പിച്ച് പറയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, ആ കിടത്തം കൊണ്ട് അയാൾക്ക് നന്മയുണ്ട്. അയാൾ ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ ആ കിടത്തം കൊണ്ട് അയാൾക്ക് നന്മയുണ്ട് എന്നാ. എന്ത് നന്മ? ഉണങ്ങിയ ഒരു മരത്തിലേക്ക് കാറ്റടിക്കുമ്പോൾ ആ മരത്തിൻ്റെ ഇലകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കൊഴിഞ്ഞു വീഴുന്നത് പോലെ ആ മനുഷ്യൻ്റെ വേദനകളും പ്രയാസങ്ങളും അയാളുടെ ഓരോ പാപങ്ങളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന, അങ്ങനെ കിടന്ന് പാപങ്ങൾ നശിച്ച് അവസാനം അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു പാപം പോലും അയാളിൽ ബാക്കി ഉണ്ടാവില്ല. നിങ്ങൾ പറയേ, ആ കിടത്തം അനുഗ്രഹമാണോ അതല്ല ശാപാണോ? ആ കിടത്തം അനുഗ്രഹമാണോ ശാപാണോ? പ്രവാചകന്റെ അടുത്തേക്ക് ഒരു പെണ്ണ് കയറി വന്നിട്ട് പറഞ്ഞു, റസൂലേ എനിക്കും വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം, ഞാനൊരു രോഗിയാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താ എൻ്റെ രോഗം? അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അപസ്മാര രോഗം ഉണ്ടാവുക, ആൾക്കാരുടെ ഇടയിൽ കൊട്ടിപ്പടഞ്ഞ് വീഴുക, അതുകൊണ്ട് ആൾക്കാരുടെ ഇടയ്ക്ക് ഇറങ്ങാൻ വയ്യ, ഒരു ജോലിക്ക് പോകാൻ വയ്യ, ആകെ പ്രശ്നമാണ്, അതുകൊണ്ട് എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് പറഞ്ഞു, പിന്നെ സംഗതി രോഗം ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷെ ഈ രോഗം കൊണ്ട് നിനക്കൊരു നന്മ കിട്ടാണ്ട്, ഈ രോഗത്തിനെ നീ ക്ഷമിച്ചാൽ അതുകൊണ്ട് അള്ളാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരും. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എങ്കിൽ റസൂലേ എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, ആ രോഗം കൊണ്ട് എനിക്ക് പാപമോചനം കിട്ടുമെങ്കിൽ ആ രോഗം ഉണ്ടായിക്കോട്ടെ, ഞാൻ ആ രോഗത്തിനെ ക്ഷമിച്ചോളാം, ഞാൻ അതിനെ സഹിച്ചോളാം, അതുകൊണ്ട് രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. പകരം ഞാൻ പലപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഈ അപസ്മാരമായിട്ട് വീണ് കയ്യും കാലൊക്കെ ഇട്ട് അടിക്കുമ്പോഴേ എൻ്റെ വസ്ത്രം സ്ഥാനം തെറ്റിയിട്ട് എൻ്റെ നഗ്നത, കാണാൻ പാടില്ലാത്ത ശരീരഭാഗങ്ങൾ ആളുകൾ കാണുന്നുണ്ട്, പിന്നെ അത് ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അത് എനിക്കൊരു മാനക്കേടായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ രോഗം ഉണ്ടായി വീഴുമ്പോൾ എൻ്റെ വസ്ത്രങ്ങൾ സ്ഥാനം തെറ്റി എൻ്റെ നഗ്നത പുറത്ത് കണ്ട് അപമാനിതയാവാതിരിക്കാൻ വേണ്ടി അങ്ങ് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. റസൂൽ പ്രാർത്ഥിച്ചു. പിന്നെ രസം എന്താ അറിയോ? പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറയണേ, സ്വർഗത്തിൽ പോകുന്ന ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നമുക്ക് ആഗ്രഹമില്ലേ? ചന്ദ്രനിൽ പോയ ഒരാൾ പറഞ്ഞാൽ അയാളെ കാണാൻ വേണ്ടി നമ്മൾ തിരക്കൂലേ? നാളെ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കാണണോ? നോക്കിക്കോളിതാ ആ പെണ്ണ്, കറുത്ത പെണ്ണ്. ഏതാണ് ഈ പെണ്ണ്? നിങ്ങൾ ഈ പെണ്ണാണ്. അപസ്മാര രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് ആ രോഗം കൊണ്ട് തനിക്ക് ഖൈറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാ ആയിക്കോട്ടെ, ആ രോഗം ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് സ്വർഗാവകാശിയാണെന്നാ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കഠിനമായ പരീക്ഷണങ്ങൾ തരുന്നത് നമ്മളോടുള്ള അള്ളാഹുവിൻ്റെ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഖൈറുണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച പ്രയാസങ്ങൾ അല്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയണേ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. എന്താ പറഞ്ഞറിയോ? അല്ല,
നമ്മുടെ മുൻഗാമികളായ ആളുകൾ അനുഭവിച്ച തീഷ്ണമായ പ്രയാസങ്ങളും കഷ്ടപ്പാടുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. ഹബ്ബാബ്, ഹുബൈബ്, അമ്മാർ, യാസിർ, ബിലാൽ, സുമയ്യ, എന്തൊന്ന് കഥകളാണല്ലേ. എന്നിട്ട് ഖുർആൻ പറയണേ, അല്ല ഈ അനുഭവിച്ച അനുഭവങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാതെ നിങ്ങൾക്ക് വെറുതെ സ്വർഗത്ത് കണ്ട് പോകാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ആയത്ത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. അതാണ് രസകരമായ, രസമല്ല, നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്താ അറിയോ? ബിലാൽ അടക്കമുള്ള മക്കയിലെ മുസ്ലിങ്ങൾ അതികഠിനമായ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റ് പുറത്തിറങ്ങാൻ കഴിയാതെ അടിയും ഇടിയും തേറും ഒക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക. പുറത്തുകൾ ഇറങ്ങാൻ വയ്യ. കഴുത്തിൽ കയറിട്ട് കാണ്ടേ ബിലാലിനൊക്കെ അങ്ങനെ കുട്ടികൾ വലിച്ചു കൊണ്ടെടുക്കുക, ഈത്തപ്പന മരത്തുമ്പോൾ കെട്ടിടുക, കല്ലെടുത്ത് എറിയുക, പല്ല് കുത്തി, എന്തൊക്കെയാ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അവസാനം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ഇവർ നബിൻ്റെ അടുത്ത് പരാതി പറയാൻ, നബി എവിടെ വീട്ടിലില്ല. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ ആരോ പറഞ്ഞ് ആ കഅബന്റെ അപ്പുറത്തൊരു പൊളിഞ്ഞ മതിലുണ്ട്, ആ മതിലിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പം ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾ മതിലിങ്ങനെ പകുതി പൊളിഞ്ഞു കിടക്കുന്നിടത്തെ ആ മതിലിൻ്റെ ഉള്ളിലിങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇങ്ങനെ ഇരിക്കുക റസൂല്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ ചിത്രം. മക്കയിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ആളായിരുന്നു അത്. മക്കയിലെ മുഴുവൻ ആളുകളും ബഹുമാനിച്ച് ആദരിച്ച് സ്നേഹിച്ച ആളാ. ആ ആളാണ് മനുഷ്യന്മാരെ കണ്ണുപെടാതിരിക്കാൻ പൊളിഞ്ഞു വീണ മതിലിൻ്റെ ഉള്ളിൽ ചുരുണ്ടിരിക്കണേ. എന്ത് തെറ്റാ ചെയ്ത്? അടിച്ചോ, കൊന്നോ, ബലാത്സംഗം ചെയ്തോ, മോഷ്ടിച്ചോ, പീഡിപ്പിച്ചോ, എന്താ ചെയ്ത്? എന്ത് കുറ്റത്തിനാണ് ആ നമ്മളൊക്കെ ഇരിക്കുവോ? ചില ആൾക്കാർ ഞാനിപ്പം മുജാഹിദൊന്നുമില്ല, പരിപാടിയൊക്കെ നിർത്തി. എന്ത് അതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ ജിന്നാണോ ശൈത്താനാണോ ചെയ്തപ്പം ഗ്രൂപ്പ് അതാ ആകെ മാനക്കേടായി. ഞാൻ ഒന്നിനുമില്ല. നമ്മൾ റെഡി വെച്ചിലാക്കിയില്ലേ. നോക്കി നിങ്ങൾ, ആ പ്രവാചകനൊക്കെ പോയ സ്വർഗത്തേക്കാണ് നമ്മൾ പോകേണ്ടേ. എന്ത് കണ്ടാണ് കൂട്ടരെ ആ സ്വർഗമൊക്കെ ആഗ്രഹിക്കാൻ നമുക്ക് അവകാശം ഉണ്ടാവുക? റസൂലുള്ളാഹിന്റെ മുമ്പ് പോയിട്ട് ഇവർ പറയാം, റസൂലെ കണ്ടോ, ശരീരം മുഴുവനും മുറിവ്, കൂടെയുള്ള ആൾക്കാരെ കൊന്ന് തീയിലിട്ട് കത്തിച്ചു കൊന്ന്. എത്ര കാലം നമ്മളിത് സഹിക്കണം? അള്ളാന്റെ സഹായം നമുക്ക് കിട്ടൂലേ? നബി എന്താ പറയാ? സാരല്ല, നിങ്ങളെ പ്രശ്നമൊക്കെ നാളെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറയാൻ പറ്റുമോ? നബിൻ്റെ കാര്യം തന്നെ ഇടങ്ങേറല്ലേ. അപ്പം റസൂല് മൗനിയായിരുന്നു എന്നാ. അപ്പം അള്ളാഹു വഹി കൊടുത്തു. റസൂലെ ഓർക്ക് 2 കഥ പറഞ്ഞു കൊടുക്കുക. ആദ്യം ഒരു കഥ എന്താ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അത് ഒഴിവാക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടി ഈർച്ചവാളുകൊണ്ട് ഒരാളുടെ തല മുതൽ ഇങ്ങനെ പൊളിച്ചിട്ടേ അയാളെ 2 ആക്കിയതാ. അവസാന ശ്വാസം പോകും വരെ അയാൾ പറഞ്ഞില്ല. നമ്മളൊരാൾ പിടിച്ചുകൊണ്ടിട്ട് 4 ആൾ പിടിച്ചുകൊണ്ടിട്ട് ഇവിടെ ഒരു പീഡിയൻ്റെ ബാക്ക് കൊണ്ടുപോയിട്ട് മറ്റേ ബാർബർ ഷാപ്പിൽ നിന്ന് വലിച്ചെറിഞ്ഞ ഒരു ബ്ലേഡും പൊട്ടെടുത്ത് കണ്ടടാ ഇജ്ജ് ലായിലായില്ലെന്ന് ഒഴിവാക്കും, ഇല്ലെങ്കിൽ എൻ്റെ മോത്തി അപ്പം വരക്കും പറഞ്ഞാൽ എന്താ മറുപടി? ഓ അതിന് നിങ്ങൾ അത്രയ്ക്ക് ഇടങ്ങാറാണോ, പറഞ്ഞാൽ പോരെ, ഞാനോട് ഒഴിവാക്കൂലേ? ആർക്കാ പതൊക്കെ കൊണ്ടു നടക്കാൻ നേരമുള്ളത് അല്ലേ? നമ്മളൊക്കെ വേഗം ഒഴിവാക്കും അല്ലേ? പക്ഷേ എന്ത് ഒഴിവാക്കുമോ? എനിക്കൊരു രസകരമായൊരു കഥ കേട്ടിയാണ്. ചില ആൾക്കാരുടെ വിശ്വാസത്തിൻ്റെ ഈ ജൂതന്മാർ ശനിയാഴ്ച ഒരു പണിയെടുക്കൂല. അതവർക്ക് പ്രാർത്ഥിക്കാൻ മാത്രം ദിവസം, അന്നൊരു പണിയെടുക്കൂല. അങ്ങനെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ ഒരാൾ ജ്യൂസാണ്, പക്ഷെ മുമ്പാണ്, പക്ഷെ മുതിർന്ന ആളാണ്, ഞാൻ അനുഭവം പറഞ്ഞു കേട്ടോ. അപ്പോൾ അയാളുടെ കൂട്ടുകാരനാണ് ഇയാൾ, ജൂതനാണ്. അങ്ങനെ വന്നപ്പോൾ സാധാരണ പരീക്ഷ ഉണ്ടാവും. ശനിയാഴ്ച പരീക്ഷ ഉണ്ടായാൽ ഈ കുട്ടി പരീക്ഷ എഴുതൂല, അത് പിന്നെ എപ്പോഴേലൊക്കെ എഴുതിയിരിക്കും. അങ്ങനെ വാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ വന്നപ്പോൾ ശനിയാഴ്ച പരീക്ഷ ഉണ്ട്, വാർഷിക പരീക്ഷ. ആ പരീക്ഷ എഴുതിയില്ലെങ്കിൽ 5 കൊല്ലം പഠിച്ച അവൻ്റെ എൻജിനീയറിംഗ് ഡിഗ്രിയിൽ തോറ്റു എന്നുള്ള സർട്ടിഫിക്കറ്റാണ് കിട്ടുക. പിന്നെ അടുത്ത കൊല്ലം 2ാമത് ജയിക്കണം. അത് ഒരിക്കൽ തോറ്റ് ജയിക്കുക എന്ന് പറഞ്ഞാൽ ആ ജയത്തിൻ്റെ മൂല്യം നമുക്കറിയാലോ. ഇപ്പോഴത്തെ മാതിരിക്കല്ല, ഇപ്പം കൊട്ടക്കണക്കിന് ജയിക്കല. പണ്ട് അങ്ങനെയല്ലല്ലോ, 210 കിട്ടാൻ വേണ്ടി വേർത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ 5 കൊല്ലം പഠിച്ച എൻജിനീയറിംഗ് തോറ്റു പോകും എഴുതിയില്ലെങ്കിൽ. അപ്പോൾ ഇവൻ ആദ്യം പറഞ്ഞു ഞാൻ തോറ്റു, എന്ത് ശനിയാഴ്ചത്തെ പരീക്ഷ എഴുതാൻ പറ്റൂല. അപ്പോൾ കൂട്ടുകാരൊക്കെ അവനോട് പറഞ്ഞത്രേ, എന്ത് പൊട്ടത്തര കാണിക്കണേ, ഈ പരീക്ഷ എഴുതിയില്ലെങ്കിൽ എൻ്റെ 5 കൊല്ലം വെറുതെ ആവുമല്ലോ, എനിക്കത് എഴുതിക്കൂടെ? അവസാനം ഓൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ പെർമിഷനുകൾ വാങ്ങിത്തന്നാൽ ഞാൻ എഴുതാൻ നോക്കാറ്. അങ്ങനെ
എന്നോട് ഈ കഥ പറഞ്ഞ ആളടക്കം 5 ആളുകൾ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് എത്തുകയാണ്. അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ട് അച്ഛനോട് പറയാണ്, പരീക്ഷയുടെ സിലബസ് വന്നിട്ടുണ്ട്, ടൈം ടേബിൾ വന്നിട്ടുണ്ട്, ശനിയാഴ്ച എക്സാം ഉണ്ട്, ഇവൻ എഴുതൂലെന്നാണ് പറയുന്നത്. ഇവ എഴുതിയിട്ടില്ലെങ്കിൽ ഓൻ തോൽക്കൂലേ, അതുകൊണ്ട് ഓൻ ഒരു കൊല്ലം പോകൂലേ, അപ്പോൾ ഓനെ കൊണ്ട് ശനിയാഴ്ച എഴുതിച്ചൂടെ. അപ്പോൾ അച്ഛൻ പറഞ്ഞോലോ, എനിക്ക് നാളെ മരണത്തിന് ശേഷം സ്വർഗം കിട്ടുന്നതാണോ വലുത്, അതല്ല ഒരു കൊല്ലം കൂടി ഇവന് നഷ്ടമാകുന്നതാണോ, ഏതാണ് ഞാൻ ഏറ്റവും വിലമതിക്കേണ്ടത്? ദൈവത്തിൻ്റെ ഒരു കൽപ്പന ധിക്കരിച്ചിട്ട് എനിക്കെന്താ ലാഭം കിട്ടുക? എൻ്റെ കുട്ടി 1 കൊല്ലം മുമ്പേ ജയിക്കും, അതുകൊണ്ട് എനിക്കെന്താ നഷ്ടം പറ്റുക? എനിക്ക് ശാശ്വതമായ സ്വർഗം നഷ്ടമാവും. അപ്പം ശാശ്വതമായ സ്വർഗത്തിന് വേണ്ടി 1 കൊല്ലം എൻ്റെ കുട്ടി തോൽക്കലല്ല നല്ലത്. അതുകൊണ്ട് ഓൻ ശനിയാഴ്ച എഴുതണ്ട, നിങ്ങൾ എഴുതിക്കോളി, ഓൻ ശനിയാഴ്ച എഴുതണ്ട. ആ കുട്ടി ശനിയാഴ്ച പരീക്ഷ എഴുതിയില്ല, ഓൻ തോറ്റു. പിറ്റത്തെ കൊല്ലത്തിൽ അവൻ പരീക്ഷ എഴുതി ജയിച്ചു. നമ്മളൊക്കെ കുട്ടികളോട് തട്ടിട്ടുകാണ്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല പറഞ്ഞപ്പം തട്ടത്തിനൊപ്പം കുപ്പായം കഴിച്ചു വെച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പോയ ആൾക്കാരുണ്ട്. കാരണം എന്താണ്, മതം അത് 2ാം നമ്പറും മറ്റേത് 1ാം നമ്പറും ആയ പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഞാൻ വിഷയത്തേക്ക് തിരിച്ചു വരാം. അപ്പോൾ ജീവിതത്തിൽ ഈർച്ചവാളുകൊണ്ട് 2ആയിട്ട് മാറ്റിയിട്ടു എന്നാണ്, 2 കഷ്ണം. ഇതൊരു കഥ. 2ാമത്തെ കഥ എന്താ പറയുന്നത് തരങ്ങൾ, ഇരുമ്പിൻ്റെ ഒരു തരം നഖം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒഴിവാക്കൂല എന്ന് പറഞ്ഞ ആളെ മാന്തിയിട്ട് അറവുകാർ ആ എല്ലിൽ നിന്ന് ഇറച്ചി കിഴിക്കുന്നത് പോലെ ഇയാളെ ശരീരത്തിലെ മാംസം മുഴുവനും മാന്തി എടുത്തുന്ന. ഓരോ പ്രാവശ്യം മാന്തുമ്പോഴും ചോദിക്കും, അത്രേ ഇത് ഒഴിവാക്കുമോ? ഒഴിവാക്കൂല, പിന്നെയും മാന്തും. അവസാനം വെള്ള നിറമുള്ള അസ്ഥികൂടമായിട്ട് അയാൾ മാറി. ഈ 2 കഥ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഈ 2 കഥ ഇങ്ങനെ മുന്നിൽ കാണണം. ഈർച്ചവാളുകൊണ്ട് ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ചോദിക്കുക, ഒഴിവാക്കുമോ? ഒഴിവാക്കൂല. അവസാനം 2 പീസാക്കി. മറ്റേത് ശരീരത്തിൽ മാന്തി മാംസങ്ങളൊക്കെ ഒക്കെ മാന്തി എടുക്കുമ്പോൾ അത് മനസ്സിൽ കാണുക. ഇനി ആയത്തൊന്ന് കേൾക്കും. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുല്ലദീന, ബിലാലിനോട്, അമ്മാറിനോട്, യാസിറിനോട്, ഖുബൈബിനോട്, ഖബ്ബാബിനോടാ ചോദിക്കണേ, നിങ്ങൾ എന്തേ വിചാരിച്ച് വെറുതെ സ്വർഗത്ത് കണ്ട് പോകാൻ നിങ്ങൾ വിചാരിച്ചോ? നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച പ്രയാസങ്ങളും കഷ്ടപ്പാടും നിങ്ങൾ കേട്ടില്ലേ? അത് സ്വർഗത്ത് പോകാൻ വേണ്ടി അവർ ചെയ്ത്. ഒരൊറ്റ സ്വർഗമുള്ളൂ, ഒരു സ്വർഗമുള്ളൂ. അത് ചെയ്തു പോയ ആളുകൾ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാതെ, ഇസ്തിരി ചുളിയാതെ, ഒരു രാത്രി ഉറക്കമൊഴിക്കാതെ, ഒരു ദിവസം പട്ടിണി കിടക്കാതെ, ഒരു തുള്ളി ചോര പോലും ശരീരത്തിൽ നിന്നും ഇറ്റി വീഴാതെ, വെറുതെ ഉഷാറായിട്ട് ചെരുപ്പ് തേടാതെ സ്വർഗത്ത് കണ്ട് കയറിപ്പോകാൻ നിങ്ങൾ വിചാരിച്ചോ എന്ന് അള്ളാഹ് ചോദിച്ചത്. അപ്പം സ്വർഗത്ത് പോണോ? അതികഠിനമായ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പം പിന്നെ നമ്മളെ പ്രശ്നം എന്താ നിങ്ങൾ? അതിന് എൻ്റെ ജീവിതത്തിൽ പരീക്ഷണം ഇല്ലല്ലോ, ഞാനെന്താ കാട്ടുക? എൻ്റെ ജീവിതത്തിൽ എനിക്ക് സുഖമാണ്, കുട്ടികളുണ്ട്, വരുമാനമുണ്ട്, ജീവിത സുഖമുണ്ട്, രോഗങ്ങളൊന്നുമില്ല, മാന്യമായ ജോലിയുണ്ട്, നാട്ടിൽ നല്ല സ്ഥാനമുണ്ട്, എനിക്കൊരു പരീക്ഷണമില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക? അതെ, ഇതാണ് നമ്മൾ അകപ്പെട്ട ഏറ്റവും വലിയ പരീക്ഷണം. നമ്മൾ അകപ്പെട്ട ഏറ്റവും വലിയ പരീക്ഷണം ഈ മാനസികാവസ്ഥയാണ്. ഏത്? എൻ്റെ ജീവിതത്തിൽ പരീക്ഷണമൊന്നുമില്ലല്ലോ. അള്ളാഹു തആല ഖുർആനിൽ പറയണേ, അള്ളാഹു നിങ്ങളെ ഖൈറ് കൊണ്ടും പരീക്ഷിക്കും, ഷെറ് കൊണ്ടും പരീക്ഷിക്കും. മുട്ടുംകാലിന് വേദന ഉണ്ടാവുമ്പോഴേ 4-5 ഡോക്ടർമാരെടുത്ത് പോയിട്ട് വേദന മാറിയില്ല. 50ാമത്തെ വയസ്സിലുണ്ടായത്. സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ മുട്ടുംകാലിനുള്ളിൽ നിന്ന് ഇങ്ങനെ ആണിയടിക്കണ വേദന. നമ്മളെന്താ പറയുക? അതിൻ്റെ റബ്ബേ, എന്തിനാ ജിന്നെങ്ങനെ പരീക്ഷിക്കണേ? മുട്ടുംകാലിൻ്റെ വേദന ഒരു പരീക്ഷണ സത്യം. പക്ഷേ 50 വയസ്സ് വരെ നമ്മുടെ മുട്ടുംകാല് വേദന ഇല്ലാതെ വർക്ക് ചെയ്തില്ലേ, അതും ഒരു പരീക്ഷണം അത്രേ. ഖൈറ് കൊണ്ടും അല്ല പരീക്ഷിക്കും, ഷെറ് കൊണ്ടും അല്ല പരീക്ഷിക്കും. ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞിട്ടെ, ഖുർആനിലെ ഉപമ. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റവുമേറെ കിട്ടിയ ഒരാളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മളെ മാതിരിക്കൊന്നല്ല.
ഈ ലോകത്ത് ഒരു മനുഷ്യനും കിട്ടാത്തത് കിട്ടി അദ്ദേഹത്തിന്. ശക്തി, പവർ, അധികാരം, സമ്പത്ത്, പക്ഷികളും ജീവികളും ഒക്കെ അദ്ദേഹം പറഞ്ഞാൽ കേൾക്കും. ജിന്നുകളെ കൊണ്ട് അദ്ദേഹത്തിന് പണിയെടുപ്പിക്കാൻ പറ്റും. ഈ അദ്ദേഹത്തിൻ്റെ വാഹനം കാറ്റാണ്. ഇങ്ങനെ നിന്നുകാണ്ട് മക്കത്ത് പോട്ടെ പറഞ്ഞാൽ കാറ്റിങ്ങനെ കൊണ്ടുപോയിട്ട് മക്കത്ത് കൊണ്ട്, എന്തൊക്കെയാ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളിലെ. മാത്രമല്ല പക്ഷികളോട് സംസാരിക്കുക, മൃഗങ്ങളോട് സംസാരിക്കുക, ഉറുമ്പുകളോട് പോലും സംസാരിക്കാനുള്ള കഴിവ് എന്താണല്ലേ. ഇതൊക്കെ കിട്ടിയപ്പോൾ സുലൈമാൻ നബിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ട് ഖുർആനിൽ. പടച്ചോനെ റബ്ബേ, ഇതൊക്കെ പാടെ, ഈ അനുഗ്രഹങ്ങളൊക്കെ പാടെ ഈ എനിക്ക് തന്നത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതല്ലേ റബ്ബേ. എന്ത് പരീക്ഷിക്കാൻ? ഞാൻ നിന്റെ അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുന്നുണ്ടോ അതല്ല നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അല്ലേ റബ്ബേ ഇതൊക്കെ നീ എനിക്ക് തന്നത്. അല്ലാഹുവേ, ഈ പരീക്ഷയിൽ എന്നെ ജയിപ്പിക്കണേ, നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അപ്പോൾ കൂട്ടരെ, റോഹിംഗ്യൻ മുസ്ലിങ്ങളും ഫലസ്തീൻ മുസ്ലിങ്ങളും അവരൊന്നുമല്ല പരീക്ഷിക്കപ്പെടുന്നേ. അവരെക്കാൾ കഠിനമായി പരീക്ഷിക്കപ്പെടുന്നവർ നമ്മളാണ്. എന്താണ് ആ പരീക്ഷാരങ്ങൾ? അത് പ്രയാസം കൊണ്ടല്ല, സുഖം കൊണ്ടുള്ള പരീക്ഷണം. നിങ്ങളെപ്പോഴെങ്കിലും രാത്രി കിടക്കാൻ റൂം കിട്ടാതെ എവിടെയെങ്കിലും പെട്ടുകണോ? ഞാൻ ഒരിക്കൽ ബലിപെരുന്നാളിൻ്റെ മുന്നോടിയായിട്ട് കന്നുകാലികൾ എടുക്കാൻ വേണ്ടി തിരുപ്പൂർ ഒരു കാലിച്ചന്തണ്ട്, അവിടെ പോയി. അപ്പോൾ അവിടെ കാലിച്ചന്തയിൽ പോയപ്പോൾ എത്തിയത് വൈകുന്നേരം. അപ്പോൾ അവിടെ റൂം എടുക്കാൻ, പക്ഷേ റൂം എവിടെയും കിട്ടിയില്ല, എവിടെയും റൂമില്ല. നല്ല തിരക്കാണ്, പെരുന്നാളിൻ്റെ മുമ്പത്തെ സമയമായതുകൊണ്ട് ഈ കാരണം. അപ്പോൾ തൽക്കാലം അന്നൊരു അംബാസഡർ കാർ, അന്ന് AC ഒന്നും ഇല്ലല്ലോ, അംബാസഡർ കാറിലാണ് 5 ആളുണ്ട്. അപ്പോൾ ഞങ്ങൾ 5 ആൾ തീരുമാനിച്ച്, വേറെ കടന്നുറങ്ങാൻ സ്ഥലമല്ല, കൊതുകാണെങ്കിൽ നമ്മൾ വെറുതെ നിന്നാൽ കൊതുക് ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോണ കൊതുക. അവസാനം കാറിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. കിടന്നല്ല, ഇരുന്നുറങ്ങാൻ. 5 ആളല്ലേ, അംബാസഡർ കാറിൽ 5 ആൾ ഇരുന്നാൽ ഫിറ്റാണ്. എല്ലാവരും എന്നെപ്പോലെ മെലിഞ്ഞ ആൾക്കാരായതുകൊണ്ട് വളരെ ഫിറ്റാണ്. അങ്ങനെ 5 ആൾ അതിലിങ്ങനെ ഇരിക്കുകയാണ്. ഗ്ലാസ് ഇങ്ങോട്ട് താത്തിയാൽ കൊതുക് ഭും പറഞ്ഞ് കയറും. ഗ്ലാസ് പൊന്തിച്ചാലോ ചൂട് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വയ്യ. അതവസ്ഥ. ഒരു രാത്രി മുഴുവൻ ഒരു 10-11 മണിയായപ്പോൾ എൻ്റെ ഒപ്പമുള്ള ആൾ, അല്ല മോലെ ഈ ബാങ്ക് കൊടുക്കാനായോ? സുബയ്യാങ്കേ, ഞാൻ പറഞ്ഞ പതിരുന്നുണ്ട്. മൂപ്പര് പെരീതായിരുന്നു 7 മണിക്ക് നീച്ചാത്ത മനുഷ്യനാണ്. മൂപ്പർക്ക് ബാങ്ക് ഇങ്ങനെ കൊടുക്കായിട്ട് എന്തോ ഒരു ഇടങ്ങേരങ്ങൾ ഇടക്കിടക്ക്. അല്ല സാ, ബാങ്ക് കൊടുക്കാനായില്ല. ഇതെന്താ ഇവിടെ എത്രക്ക ബാങ്ക് സമയാണ്ടേ? അതാണ്. അപ്പം നിങ്ങൾ പറയും, പാർക്കാൻ വീടില്ലാത്തതാണോ, പാർക്കാൻ സുഖമുള്ള ഒരു വീടുള്ളതാണോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വലിയ പരീക്ഷണം? പാർക്കാൻ വീടില്ലാത്ത മെഡിക്കൽ കോളേജിലൊക്കെ രോഗി ഉണ്ടെങ്കിലേ ആ രോഗിക്ക് കാവലിരിക്കുന്ന ആൾക്കൊക്കെ അറിയാം, സുബൈക്ക് ബാങ്കിൻ്റെ മുമ്പും 1ാമത്തെ സെഫിലെത്തിയേക്കും. കാരണം വേറെ എവിടെ ഇരിക്കാമല്ലോ, പള്ളിക്കൊക്കെ പോകും. പക്ഷെ എന്നാൽ മാന്യമായിട്ട് കോഴിക്കോട് അങ്ങാടിയിൽ 5000 റുപ്യ റെൻറ്റ് വാടകയുള്ള ഒരു ഹോട്ടലിൽ താമസിക്കണോനോ ഓൻ ബാങ്ക് കേൾക്കലല്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, ഖൈറ് കൊണ്ടുള്ള പരീക്ഷണത്തിലാണോ നമ്മൾ തോറ്റുപോണത്, ഷെറ് കൊണ്ടുള്ള പരീക്ഷണത്തിലാണോ തോറ്റുപോണേ? മുട്ടുകാലിന് വേദനയായാലേ ഓരോ സ്റ്റെപ്പ് കാര്യങ്ങളും അല്ലാ പടച്ചോനെ അത് റബ്ബേ എന്തൊരു വേദന, അള്ളാനെ മറക്കനല്ല. എന്നാൽ ആ മുട്ടുംകാലിൻ്റെ വേദന ഇല്ലാത്ത സമയത്തെ ഓനങ്ങനെ കലാപമണിൻ്റെ നാടൻ പാട്ടും പാടിയിട്ട് ആ സ്റ്റെപ്പ് ഇങ്ങനെ ഓടിക്കയറുക. ഇങ്ങനെ ഒരു മുട്ടുംകാലൻ ഉണ്ട് ഇല്ല ഓർമ്മ ഉണ്ടാവില്ല. അത് അള്ള പറഞ്ഞേ, അള്ളാഹു നിങ്ങളെ ഖൈറ് കൊണ്ടും പരീക്ഷിക്കും. നമ്മളൊക്കെ ഇപ്പോൾ ഖൈറിൻ്റെ പരീക്ഷണത്തിലാണ്. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനയിലെ കോടീശ്വരനാണ്, പണക്കാരുടെ പണക്കാരനാണ്, തൊട്ടതൊക്കെ പൊന്നായി മാറിയ കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വൈകുന്നേരം നോമ്പ് വെച്ചിക്കണ്. നോമ്പ് തുറക്കാൻ വേണ്ടി സമയമായപ്പോൾ വീട്ടുകാരെ അബ്ദുറഹ്മാൻ വിളിച്ചു. അദ്ദേഹം ഇങ്ങനെ വന്നപ്പോഴേ ഭക്ഷണമേശ നിറയെ വിഭവങ്ങൾ, പല രൂപത്തിലുള്ള വിഭവങ്ങൾ കൊണ്ട് മേശം കെട്ട് നിറഞ്ഞൊക്കെയാണ്. അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് അദ്ദേഹം കരഞ്ഞിട്ട്, പെരും കരച്ചിൽ, പൊട്ടി കരയല്ലേ. വീട്ടുകാരൊക്കെ പാടെ വന്നു, അബ്ദുറഹ്മാൻ എന്തു പറ്റി? കരച്ചിൽ ഒടുങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ നേതാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊതിയായിരുന്നു കട്ടില്ലാത്ത മിനുസുള്ള ഉമില്ലാത്ത പത്തിരി തിന്നതില്ല. ഇതൊക്കെ കട്ടില്ലാത്ത മിനുസുള്ള ഉമില്ലാത്ത ആ നല്ല പത്തിരി, നൈസ് പത്തിരി, അത് തിന്നുന്നില്ല പ്രവാചകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ
മരിക്കണത് വരെ എൻ്റെ ഹബീബിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പത്തിരി ഉണ്ടാക്കി തിന്നാൻ അവസരം കിട്ടിയില്ല. അതിനുള്ള ഗതിയില്ല, ഇനി മരിച്ചുപോയി. എന്നാൽ ഈ അബ്ദുറഹ്മാന്റെ മേശപ്പുറത്തേക്ക് നോക്കൂ, സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഞാൻ ഭയപ്പെടുന്നു, ഞാൻ ചെയ്ത നന്മയുടെ പ്രതിഫലങ്ങളൊക്കെ അള്ളാഹു ഇവിടെ തന്നെ തന്ന് തീർക്കുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെടാൻ ഒരു കാരണമുണ്ട്. ആ കാരണം നമ്മളൊക്കെ ഉണ്ടാവേണ്ട ഒരു കാരണമാണ്. റസൂലുള്ള പറയണേ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളെ അള്ളാഹ് പരീക്ഷിക്കും. പ്രവാചകൻ പറയണേ, നിങ്ങൾ നിരന്തരമായി അള്ളാഹുവിനോട് എതിര് ചെയ്യുമ്പോഴും, എങ്ങനെ അള്ള പറഞ്ഞ കാര്യങ്ങൾ ലംഘിച്ച് പലിശയും വാങ്ങി വേണ്ടാത്തവും ചെയ്ത് തോന്നിയാസവും ചെയ്ത് വേണ്ടാത്തവും കണ്ട് വേണ്ടാത്തവും പറഞ്ഞ് അങ്ങനെ അള്ളാഹുവിനോട് നിരന്തരമായി എതിർത്ത് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ ചോദിക്കുന്നതൊക്കെ പടച്ചോ നമുക്ക് തരുന്നുണ്ടെങ്കിൽ, ഇപ്പം എന്ത് തോന്നുന്നുണ്ടോ? നമ്മളെ പറ്റില്ല പറഞ്ഞതിൽ എത്ര മോശമായി നമ്മൾ ജീവിക്കുകയാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് കിട്ടുക. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം എന്നാ. എന്താണ് പേടി അറിയോ? അത് പടിപടിയായി ഉള്ള ഒരു പിടുത്താണ് എന്നാ. അതായത് ചില നന്മയൊക്കെ നമ്മൾ ചെയ്തോക്കോലോ, ആ നന്മക്കുള്ളതാണ് അള്ളി തരുന്നത്. അത് ഇവിടെ തന്നെ തീർക്കും. നാളെ പരലോകത്ത് യാതൊന്നും അവനുണ്ടാവില്ല എന്നാ. അത് അബ്ദുറഹ്മാൻ പേടിച്ചത്. പടച്ചോനെ, എൻ്റെ നേതാവ് എനിക്ക് എത്ര പ്രിയപ്പെട്ടവരിനി, എന്നിട്ട് ഒരു നല്ല പത്തിരി നിന്നാൽ അനുവാദം കൊടുത്തില്ലല്ലോ. ഈ അബ്ദുറഹ്മാന്റെ മേശപ്പുറം സ്വാദിഷ്ടമായ വിഭവം കൊണ്ട് നിറഞ്ഞൊക്കെ, പടച്ചോനെ എനിക്ക് തരാനുള്ളതൊക്കെ ഇവിടെ തന്നെ തിന്ന് തീർത്ത് നാളെ പരലോകത്ത് എനിക്കൊന്നും ഉണ്ടാവൂലേ, അത് ഓർത്തിട്ട് അദ്ദേഹം കരഞ്ഞ്. പേടിക്കേണ്ട വിഷയമാണ് കേട്ടോ. നമ്മളൊക്കെ ചില ആൾക്കാരെ സാധാരണ ബൈബിളിലൊരു വചനമുണ്ട്, പഹയൻ പന പോലെ വളരുന്ന, അതായത് വൃത്തിയേടുന്ന ആൾക്കാർ ഓലിങ്ങനെ വലുതാണ്, നമ്മളിങ്ങനെ നോക്കി കാണും. ഓൻ്റെ പൈസ, ഓൻ്റെ വീട്, ഓൻ്റെ കാറ്, ഓൻ്റെ ബിസിനസ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ വളർന്നിങ്ങനെ വലുതാവും. ഓൻ്റെ എന്നാ 5 നേരം നിസ്കരിച്ച് കഷ്ടപ്പെടണം കാണാൻ അപ്പുറത്ത് പട്ടിണി കിടന്ന് ഇടങ്ങാറാണ്. എന്താ നിങ്ങൾ അത് ഞങ്ങൾ ചൂണ്ടിടുന്ന ആൾക്കാർ, നിങ്ങളൊക്കെ പോയിൻ്റൊക്കെ ഉള്ള ആൾക്കാരല്ലേ, ചൂണ്ടിടുമ്പോഴേ മീനിന് ഇര കൊളത്തിയിട്ടാണ് കൊടുക്കല്ലേ. മീനെ നമ്മൾ കൊത്തിയാൽ എന്താ കാട്ടുക? ചൂണ്ടങ്ങനെ അയച്ചു കൊടുക്കുക. എന്താ നിങ്ങൾ അത് ശരിക്കും ഇങ്ങനെ മുണങ്ങിയിട്ട് കുടുങ്ങാൻ വേണ്ടിയാണ്. എന്നിട്ട് ഒറ്റ വലി, പിന്നെ പേരാൻ കച്ചൂല അജ്ജാതി. ഇപ്പം നമുക്കിങ്ങനെ അയച്ചു നിൽക്കുക, നമ്മൾ നിസ്കരിച്ചില്ല, ആ സമയത്ത് സിനിമാണേക്കാരം. എന്നാലും നമുക്ക് ജോലിക്കൊരു കമ്മിയില്ല, വരുമാനത്തിന് കമ്മിയില്ല, രോഗമല്ല, ഒന്നുമില്ല, സുഖം തന്നെ. അപ്പം നമ്മൾ ഞാൻ ഭയങ്കര കേട്ടോ, എൻ്റെ ബുദ്ധി കഴിവ് ഒരു പ്രയാസം എനിക്കില്ലല്ലോ, ഞാൻ ഭയങ്കര തന്നെ. നമ്മളൊരു ഭയങ്കരനുമല്ല, നമ്മൾ പൊട്ടനാ. നമ്മൾ ആ ചൂണ്ടൽമ കൊത്തിയ മീൻ്റെ മാർക്ക് ഇങ്ങനെ ഇറക്കി പോവുക. ഒരൊറ്റ കുളത്തും ഒരു വലി ഉണ്ടാവും, പിന്നെ അനങ്ങാൻ കഴിയൂല എന്നാ ഖുർആൻ പറഞ്ഞേ. അപ്പോൾ ജീവിതത്തിൽ ഖൈറും ഷെറും പരീക്ഷണങ്ങളുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ ഖൈറ് കൊണ്ട് പരീക്ഷിക്കപ്പെടും, ചിലപ്പോൾ ഷെറ് കൊണ്ട്. എന്തായാലും പരീക്ഷണം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരിസ് സ്വാബിരീൻ. പ്രയാസം കൊണ്ട് തീർച്ചയായും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും, ഖൈറ് കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. എന്തിനാ അങ്ങനെ പരീക്ഷിക്കണേ? അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തിനാ അപ്പം പടച്ചോ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഈ 2 അവസ്ഥയിലൂടെ അങ്ങനെ കടത്തി വിടുന്നത്? സുഖം ദുഃഖം, രോഗം ആരോഗ്യം, സങ്കടം സന്തോഷം, ലാഭം നഷ്ടം, അങ്ങനെ എന്തിനാ കടത്തി വിടുന്നത്? അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ 2ാമത്തെ ആയത്ത്. ഏതാ മുൽക്ക്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, 2ാമത്തെ ആയത്ത്. എന്താ ആയത്ത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അല്ലാഹു നിങ്ങൾക്ക് ഒരു ജീവിതവും ഒരു മരണവും സൃഷ്ടിച്ചു, അതിൻ്റെ ഇടക്ക് ഒരു ജീവിതകാലം നിശ്ചയിച്ചു. എന്തിനാണ്? ലി യബ്ലുവക്കും, നിങ്ങളെ പരിശോധിക്കാനാണ്, പരീക്ഷിക്കാനാണ്. എന്താ പരിശോധിക്കണേ? ആരാ തോനെ മാർക്ക് വാങ്ങി ജയിക്കണേ, ആർക്കാ തോനെ സർട്ടിഫിക്കറ്റ് കിട്ടണേ, ആർക്കാ ജോലി കിട്ടണേ, ആർക്കാ പൈസ ഉണ്ടാവണേ, ആരാ വലിയ വീട് വെക്കണേ, ഇതാണോ നോക്കണേ? അല്ല. അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, പ്രവർത്തനങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല ആളുകളായി ജീവിക്കുന്നത്. അത് പരിശോധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്കൊരു ജീവിതം തന്നത്. അപ്പോൾ ഈ ജീവിതത്തിൽ അള്ളാഹു പരിശോധിക്കുകയാണ്. എന്താ പരിശോധിക്കണേ? നമ്മുടെ ഈമാനെ, നമ്മുടെ ആദർശത്തെ, നമ്മുടെ വിശ്വാസത്തെ. അത് പരിശോധിക്കുമ്പോൾ വ്യത്യസ്തമായ സന്ദർഭം, ഒരു ഇരുമ്പിൻ്റെ കമ്പി
ഇപ്പോൾ വീടുണ്ടാക്കാനുള്ള ഒരു ഇരുമ്പ് കമ്പി ഒരു കമ്പനി അത് പിന്നെ പരീക്ഷണ ഗവേഷണങ്ങളിലൂടെ ഒരു ഇരുമ്പ് കമ്പി ഒരു കമ്പനി കണ്ടുപിടിച്ചാൽ ആ ഇരുമ്പ് കമ്പനി വീടുണ്ടാക്കാൻ മാർക്കറ്റിലേക്ക് ഇറക്കും മുമ്പ് ആ കമ്പിയെ വ്യത്യസ്തമായ ഒരേ അവസ്ഥയിലൂടെ കടത്തിവിടും. തണുപ്പിലൂടെ, ചൂടിലൂടെ, വെള്ളത്തിലൂടെ, വെയിലിലൂടെ ഒക്കെ കടത്തി. എന്താ പറയുക, ഈ സന്ദർഭങ്ങളിലൊക്കെ ഈ കമ്പി എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് വെയിലേൽക്കുമ്പോൾ വളയുന്നുണ്ടോ, തണുപ്പത്ത് അതിൻ്റെ ടെമ്പർ കൂടുന്നുണ്ടോ, വെള്ളമാകുമ്പോൾ തുരുമ്പെടുക്കുന്നുണ്ടോ, അങ്ങനെ ഓരോന്നും ഓരോ ഘട്ടത്തിലൂടെ കടത്തിവിട്ട് അതിൻ്റെ ക്വാളിറ്റി കമ്പനി ഉറപ്പുവരുത്തും. അതേപോലെ നമ്മുടെ വിശ്വാസത്തെ അള്ളാഹു വ്യത്യസ്തമായ അവസ്ഥയിലൂടെ കടത്തി. ലാഭം കിട്ടുമ്പോൾ ഇസ്ലാം മതം മറക്കുന്നുണ്ടോ, നഷ്ടം പറ്റുമ്പോൾ ഓൻ അള്ളാനെ മറക്കുന്നുണ്ടോ, ആരോഗ്യം ഉണ്ടാവുമ്പോൾ അള്ളാനെ മറക്കുന്നുണ്ടോ, രോഗം ഉണ്ടാവുമ്പോൾ അള്ളാനെ മറക്കുന്നുണ്ടോ, സന്തോഷം ഉണ്ടാവുമ്പോൾ അള്ളാനെ മറക്കുന്നുണ്ടോ, സങ്കടം ഉണ്ടാവുമ്പോൾ അള്ളാനെ മറക്കുന്നുണ്ടോ, കുട്ടികളുണ്ടാവുമ്പോൾ അള്ളാനെ മറക്കുന്നുണ്ടോ, കുട്ടികൾ മരിക്കുമ്പോൾ അള്ളാനെ മറക്കുന്നുണ്ടോ, ഒക്കെ ഓരോ ഘട്ടത്തിലൂടെ ഇങ്ങനെ കടത്തി വിട്ടിട്ട് അപ്പോഴൊക്കെ നമ്മുടെ വിശ്വാസത്തിനുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ അള്ളാൻ്റെ അടുക്കൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കും. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. എന്താ അവസാനം പറയേണ്ടത്? നിങ്ങൾ നമ്മുടെ ഇന്ന വിഷയത്തിൻ്റെ ടോപ്പിക്കാണത്. ആ തലക്കെട്ട് എന്താ പറയുക? പരീക്ഷണങ്ങളിൽ പതറാതെ ഇരിക്കണം. എങ്ങനെയാ പരീക്ഷണത്തിൽ പതറാതിരിക്കുക? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. ഒന്ന്, പരീക്ഷണങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. രണ്ട്, ആ അള്ളാഹു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, എന്നെ ഏറ്റവും സ്നേഹിക്കുന്നവനാണ്. മൂന്ന്, എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന അള്ളാഹു എനിക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ പരീക്ഷണങ്ങൾ കൊണ്ട് എനിക്ക് ഗുണമാണ് ഉണ്ടാവുക. ഒരു അപകട വാർത്ത കേട്ടാൽ എന്താ ചൊല്ലേണ്ടത്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ. അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ ഒരു വിശ്വാസി എന്താ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി. പല ആൾക്കാരും എന്താ വിചാരിച്ചറിയോ? അത് മരിച്ചു എന്ന് കേട്ടാൽ പറയേണ്ടതല്ലേ? മരിച്ചു എന്ന് കേട്ടാലല്ല, നിങ്ങളെ വീടിന് തീ പിടിച്ചു എന്ന് പറഞ്ഞാലും ഇന്നാ ലില്ലാഹി അല്ലേ? എത്രത്തോളം നിങ്ങൾ നടന്നു പോകുമ്പം ബസ് കിട്ടാൻ വേണ്ടി ഓടിപ്പോവുക, ചെരുപ്പിൻ്റെ വാറൽ പൊട്ടി, വണ്ടാറടക്കാതെ പൊട്ടാൻ കണ്ട നേരം ചീത്തറയല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലേ? എന്തോ ഒരു കാര്യപ്പെട്ട പണി അടുക്കളയിൽ വേഗം കറി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ അങ്ങനെ അരച്ചുകൊടുക്കുമ്പോൾ കരഞ്ഞു പോയി. അള്ളാഹ് വൈദ്യുതി മന്ത്രി മുതൽ ഇടുക്കിയിലെ അണക്കെട്ടിനെ വരെ ചീത്തറിയും ഇന്നാ ലില്ലാഹി വ. എന്തതിനർത്ഥം? നമ്മളൊക്കെ പടച്ചോലുള്ളതാ. പടച്ചോൻ വിളിച്ചുമ്പോൾ ഞാനും പോവും. പിന്നെ അപ്പം കരണ്ട്, പിന്നെ അപ്പം ചെരുപ്പിൻ്റെ വാറ് അല്ലേ, ഒക്കെ പോകാനുള്ളതല്ലേ. നമ്മൾ ആ വിശ്വാസത്തെ, നമ്മൾക്കുണ്ടായ ആ പ്രയാസത്തെ നമ്മളിങ്ങോട്ട് എന്താ പറയുക, ചെറുതാക്കല. അപ്പം നമ്മുടെ മനസ്സ് സമാധാനവും. അപ്പോൾ ഈ മതം പഠിപ്പിച്ച ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. പടച്ചോൻ നമുക്ക് തരുന്ന പ്രയാസങ്ങളൊക്കെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് ക്ഷമിച്ചാൽ നമുക്കതുകൊണ്ട് ഗുണമുണ്ട്. എത്രത്തോളം പരീക്ഷിക്കപ്പെടുന്നോ അത്രത്തോളം അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. ഇരുമ്പ്, പ്രവാചകന്റെ ഉദാഹരണം എങ്ങനെ അറിയുക? ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇരുമ്പയിര് അതിശക്തമായ ചൂടിലൂടെ കടത്തിവിട്ടാൽ ആ ഇരുമ്പിലെ മാലിന്യങ്ങളൊക്കെ ഉരുകി. നിങ്ങൾ സ്വർണം വിൽക്കാനൊക്കെ കൊണ്ടുവരും, പഴയ സ്വർണം വിൽക്കാൻ കൊണ്ടുപോയാലേ, ജ്വല്ലറി കൊണ്ടുപോയാലേ ആ സ്വർണ്ണം ഉണ്ട് പോലെ ഒരു കത്തിക്കലില്ലേ, പെണ്ണുങ്ങൾക്ക് അറിയാം, കണ്ണിന്ന് വെള്ളം അങ്ങനെ വരും, പിന്നെ കൊണ്ടുവരും അങ്ങനെ വല്ല നല്ല സ്വർക്കുള്ള മാല. ഇനി അതുപോലെ അപ്പുറത്ത് കൊണ്ടുപോയി കൊടുന്നപ്പം നീർക്കോലിനെ തച്ചൊന്നും മരിക്കണം. പരീക്ഷണങ്ങൾ വരുമ്പോൾ പതറണ്ട, ആത്മഹത്യ ചെയ്യണ്ട, ജീവിതം എനിക്ക് വേണ്ട എന്ന് പറയണ്ട, നിരാശയിലേക്ക് വീഴണ്ട. ഇത് എൻ്റെ റബ്ബ് എൻ്റെ ഖൈറിന് വേണ്ടി തന്നതാണ്. പടച്ചോനെ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ ഒരു മുസ്ലിം പറയാൻ പാടില്ല എന്നാ നമ്മൾ വെറുതെ പറയും. കുട്ടികളൊക്കെ വികൃതി കാട്ടുമ്പോൾ പടച്ചോനെ ഇതൊന്നും കാണാൻ വയ്യ, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയുന്ന അമ്മമാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വെറുതെ സില്ലി കാര്യങ്ങൾക്ക് വേണ്ടി. ഒരു വിശ്വാസി ഒരിക്കലും എന്നെ മരിപ്പിക്കണേന്ന് പ്രാർത്ഥിക്കാനോ ആഗ്രഹിക്കാനോ പാടില്ല എന്നാ. കാരണം ജീവിച്ചിരിക്കുന്ന എത്ര കാലമാണോ അത്രയും കാലം ആരാധന ചെയ്ത് അള്ളാൻ്റെ അടുത്ത് കൂലി ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് എന്നെ മരിപ്പിക്കണേന്ന് പ്രാർത്ഥിക്കാനും പാടില്ല, ആഗ്രഹിക്കാനും പാടില്ല. എന്നാൽ ചില സമയത്ത് അങ്ങനെ ആഗ്രഹിച്ചു പോകും. വയറുവേദന ഉണ്ടായിട്ട് എലിവിഷം കുടിച്ച ഒരാളെ ഞാൻ കണ്ട്.
എലിവിഷം കുടിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ 10-15 ദിവസം ബോധമല്ലാതെ. അവങ്ങനെ ബോധമൊക്കെ തെളിഞ്ഞ് രക്ഷപ്പെട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല എന്ത് പിരാന്തങ്ങൾ കാട്ടി എലിവിഷമൊക്കെ. അപ്പോൾ അയാൾ പറയണ പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ വയറുവേദന ഇങ്ങോട്ട് ഉണ്ടായി തുടങ്ങിയ എലിവിഷമല്ല, ഒലക്കെടുത്ത് മുണുങ്ങും. ആ ജാതി വേദനയാണ്. അങ്ങനെ ചില വേദന ഉണ്ടല്ലേ, ഒരു വേദനാ സംഭവം. എന്തൊരു കുട്ടി ഞാൻ കണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൈയും കാലും കട്ടിലിൻ്റെ 4 കാലിലേക്ക് പിടിച്ച് കെട്ടിയേക്കുക. കാല് രണ്ടും കട്ടിലിൻ്റെ കാലുമക്ക്, കൈ ഇങ്ങനെ മടക്കിയിട്ട് പിന്നിലേക്ക് കട്ടിൽമക്ക് പിടിച്ച് കെട്ടിയേക്കുക. എന്താ നിങ്ങൾ വേദന കൊണ്ട് ഇയാളിങ്ങനെ കട്ടിൽമ കിടന്ന് കാട്ടിക്കൂടിനെ കാണണം. എന്താ അപ്പം അങ്ങനെ വേദനിച്ചാൽ കാട്ടുക? ഒന്നും കാട്ടാല, ഒരു മരുന്നിനും അങ്ങനെ ചില സമയത്തെ ചിലപ്പോൾ ആഗ്രഹിച്ചു പോകും, പടച്ചോനെ മരിച്ച് കിട്ടിയെങ്കിൽ അല്ലേ. അപ്പോൾ റസൂല് പറയണേ, അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ എന്താ പറയണ്ടേ? അപ്പോഴും പറയാൻ പാടില്ല പടച്ചോനെ മരിപ്പിക്കണേ. എന്താ പറയണ്ടേ അറിയോ? അല്ലാഹുമ്മ ഹീനി, പടച്ചോനെ ഞാനിങ്ങനെ ഇടങ്ങേറായി കിടക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഹൈറ് കിട്ടാണ്ടെങ്കിൽ അള്ളാഹുവേ ഞാൻ കിടത്തിക്കോ, ഞാൻ കിടന്നോളാം. എൻ്റെ പാപങ്ങൾ പൊറുക്കേ, സ്വർഗത്തിൽ പദവി കിട്ടുകയെ, എന്തെങ്കിലും ഹൈറ് എനിക്ക് ഈ കിടത്തം കൊണ്ട് കിട്ടാണ്ടെങ്കിൽ ഞാൻ കിടന്നോളാം, ഞാൻ സഹിച്ചോളാം. പടച്ചോനെ ഈ കിടത്തം കൊണ്ട് ഇനി എനിക്കൊന്നും കിട്ടാല്ലെങ്കിൽ പടച്ചോനെ ഇനി എന്നെ ഇടങ്ങാറാക്കരുത്. വാമിത്തിനി, പടച്ചോനെ എന്നെ മരിപ്പിക്കണേ. ഇതാ ഖാനത്തിൽ മമാത്തു ഖൈറല്ലി, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ എന്നെ മരിപ്പിക്കണേ. അല്ല ഈ കിടത്തം കൊണ്ട് എനിക്ക് ഗുണമുണ്ടെങ്കിലോ ഞാൻ കടന്നോളാം, ഞാൻ സഹിച്ചോളാം, എത്ര വേദന ഉണ്ടായിക്കോട്ടെ സഹിച്ചോളാം. പക്ഷേ ഈ കിടത്തം കൊണ്ട് കാര്യമൊന്നുമില്ലെങ്കിൽ പടച്ചോനെ എന്നെ മരിപ്പിക്കണേ. അല്ലേ? വിശ്വാസത്തിൻ്റെ കരുത്ത്, വിശ്വാസത്തിൻ്റെ ശക്തി, അത് മനുഷ്യന് നൽകുന്ന സമാധാനത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പതറണ്ട, നിരാശരാവണ്ട, ഇടങ്ങേറാവണ്ട. എല്ലാവരും സുഖമായിട്ട് ജീവിക്കുമ്പോൾ ഞാൻ മാത്രം എന്താ റബ്ബേ ഇടങ്ങേറാണ്, എല്ലാവരും വല്ലിപ്പാരായി, എനിക്കൊരു കുട്ടി ഉണ്ടായിട്ടില്ലല്ലോ, എല്ലാവരുടെ കുട്ടികളെയും കെട്ടിച്ചു, എൻ്റെ കുട്ടീനെ കെട്ടിച്ചിട്ടില്ലല്ലോ, എല്ലാവരും ജോലിയായി, എനിക്ക് ജോലി ആയിട്ടില്ലല്ലോ. ആ ജോലി തരുന്നവും പടച്ചോനാണ്, തരാത്തവും പടച്ചോനാണ്. അത് തരാത്തത് നമ്മളോട് ദേഷ്യം കൊണ്ടല്ല, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. കുട്ടിനെ തരുന്നേ പടച്ചോനാണ്, കുട്ടി വേണ്ടാക്കണേ പടച്ചോനാണ്. അത് തരുന്നതും തരാതെക്കുന്നതും നമ്മളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. അതെ, ഇത് ഉൾക്കൊണ്ടാൽ അതാണ് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. ശരിക്കുള്ള വിശ്വാസം ഉൾക്കൊണ്ട് ശിർക്കില്ലാതെ ആ വിശ്വാസത്തെ സ്വീകരിച്ചാൽ ഉലായിക ലഹുമുൽ അംന്, അവർക്കാണ് ലോകത്ത് നിർഭയത്വമുള്ളത്. അല്ലാഹു നിർഭയത്വമുള്ള വിശ്വാസികളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പരീക്ഷണങ്ങളെ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് അതിജയിക്കാൻ അല്ലാഹു നമുക്ക് ഈമാനികമായ കരുത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, സഹിക്കുവാൻ കഴിയാത്ത രോഗങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, ജനങ്ങൾക്കിടയിൽ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുട്ടികൾ വളരുന്നത് വളരെ അപകടകരമായ ഒരു അന്തരീക്ഷത്തിലാണ് റബ്ബേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളായി നീ വളർത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് ചേർക്കണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.